ശബരിമല യുവതീ പ്രവേശനത്തിൽ പുനഃപരിശോധനാ ഹർജികളിലുള്ള വാദം സുപ്രീം കോടതിയിൽ പുരോഗമിക്കുകയാണ്. വിശ്വാസങ്ങൾക്ക് മീതെയാണ് മൗലിക അവകാശങ്ങളെന്ന് വീണ്ടും ഓർമ്മിപ്പിച്ച സുപ്രീം കോടതി വിധിയിൽ പിഴവ് എന്തെന്ന് വിശദീകരിക്കാൻ അഭിഭാഷകരോട് ചീഫ് ജസ്റ്റിസ് 9 പേരുടെ വാദം ആണ് പൂർത്തിയായത്. അതേസമയം വിധി പുനഃപരിശോധിക്കേണ്ടതില്ലെന്ന് സർക്കാർ കോടതിയിൽ വാദിച്ചു. വിവരങ്ങളുമായി ദില്ലിയിൽ നിന്ന് ശരത്ത് ടെലിഫോണിൽ ചേരുകയാണ്. ശരത്ത്, ഹർജിക്കാരുടെ ഭാഗത്തു നിന്നുള്ള 9ഓളം ആളുകൾ കോടതിയിൽ തങ്ങളുടെ വാദം അവതരിപ്പിച്ചു. വിധിയെ അനുകൂലിക്കുന്നവരുടെ ഭാഗത്തു നിന്ന് സർക്കാരിന്റെ വാദം പൂർത്തിയായിരിക്കുന്നു. അല്പസമയത്തിനകം മറ്റുള്ളവരുടെ വാദങ്ങൾ കൂടി കോടതിയിൽ ഉണ്ടാകും. കോടതിയിൽ നിന്ന് ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? ജോജറ്റ് 11 അഭിഭാഷകരാണ് വിധി പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള 56 റിട്ട് ഹർജികളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇതുവരെയായി സുപ്രീം കോടതിയിൽ വാദം ഉന്നയിച്ചിരിക്കുന്നത്. സ്ത്രീ പ്രവേശനം അനുവദിച്ച ശബരിമല സുപ്രീം കോടതി വിധിയുമായി ബന്ധപ്പെട്ട എല്ലാ ഹർജികളുമാണ് ഇപ്പോൾ ഇതോടുകൂടി എല്ലാ ഹർജികളിന്മേലുമുള്ള വാദമാണ് ഇപ്പോൾ പുനഃപരിശോധനാ ഹർജികളിന്മേലുള്ള വാദമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. 3 മണിവരെയാണ് വാദം കേൾക്കാൻ വേണ്ടി ഇപ്പോൾ സുപ്രീം കോടതി തീരുമാനിച്ചത്. ഇക്കാര്യം ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയി അഭിഭാഷകരെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. 2 കാര്യങ്ങളാണ് പ്രധാനമായും വാദം തുടങ്ങിയ ഉടൻ തന്നെ പ്രധാനമായും ചീഫ് ജസ്റ്റിസ് ഹർജിക്കാരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. സംബന്ധിച്ച വിധിയിലെ പിഴവ് എന്താണ് എന്നായിരുന്നു. അതുപോലെ തന്നെ മറ്റൊരു ചോദ്യമായി ഉയർത്തിയത് എന്തുകൊണ്ട് ഈ വിധി പുനഃപരിശോധിക്കണമെന്ന് ഹർജിക്കാർ ആവശ്യപ്പെടുന്നുവെന്നും. ഈ 2 ചോദ്യങ്ങളിൽ ഊന്നിക്കൊണ്ടുള്ള വാദമായിരിക്കണം നടത്തേണ്ടത് എന്നായിരുന്നു ഹർജിക്കാരോട് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കിയത്. NSSന് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ കെ പരാശരനാണ് ഹാജരായിട്ടുണ്ടായിരുന്നത്. ഭരണഘടനയുടെ 15ാം അനുച്ഛേദ പ്രകാരം ക്ഷേത്രാചാരങ്ങൾ റദ്ദാക്കിയത് തെറ്റാണെന്നുള്ള കാര്യങ്ങൾ അദ്ദേഹം വാദിച്ചു. അതുപോലെ തന്നെ യുവതീ പ്രവേശനം തൊട്ടുകൂടായ്മയുടെ ഭാഗമല്ല, പൊതു ഇടങ്ങളിലെ തുല്യാവകാശം ആരാധനാലയങ്ങൾക്ക് ബാധകമല്ല എന്നും അദ്ദേഹം വാദിച്ചു. എന്നാൽ അതേസമയം തന്നെ അതിന് മറുപടിയായി ബെഞ്ചിലെ അംഗമായിരിക്കുന്ന RF നരിമാൻ പറഞ്ഞത് ഭരണഘടനയുടെ 15(2) അനുച്ഛേദ പ്രകാരമാണ് തന്റെ വിധി എന്നായിരുന്നു. രണ്ടാമതായി തന്ത്രി കണ്ഠരര് രാജീവർക്ക് വേണ്ടി വി ഗിരി ഹാജരായി. അദ്ദേഹം മതാചാര പ്രകാരമാണ് ശബരിമലയിൽ യുവതികളെ മാറ്റി നിർത്തുന്നത് എന്നാണ് വാദിച്ചത്. അതുപോലെ തന്നെ വിഗ്രഹത്തിന്റെ അവകാശവുമായി ബന്ധപ്പെട്ടാണ് യുവതികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയത് എന്നും ചൂണ്ടിക്കാണിച്ചു. തന്ത്രിക്ക് പ്രത്യേകമായ അവകാശം ശബരിമലയിൽ ഉണ്ട്, എല്ലാ സ്ത്രീകൾക്കും ക്ഷേത്രാരാധന ചോദ്യം ചെയ്യാനാകില്ല എന്നും എന്ന ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡിന്റെ വിധിയിലെ വ്യാഖ്യാനം പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നും അദ്ദേഹം വാദിക്കുകയുണ്ടായി. കോൺഗ്രസ് നേതാവായ പ്രയാർ ഗോപാലകൃഷ്ണന് വേണ്ടി മനു അഭിഷേക് സിംഗ്വിയാണ് വാദം നടത്തിയത്. നേരത്തെ ദേവസ്വം ബോർഡിന് വേണ്ടി ഹാജരായിട്ടുള്ള സിംഗ്വി പ്രയാറിന് വേണ്ടി ഹാജരാകുന്നതിനെതിരെ ദേവസ്വം ബോർഡിന്റെ അഭിഭാഷകനായ രാകേഷ് ദ്വിവേദി എതിർക്കുകയുണ്ടായി. എന്നാൽ പിന്നീട് ചീഫ് ജസ്റ്റിസ് സിംഗ്വിക്ക് വാദിക്കാനുള്ള അനുമതി നൽകുകയായിരുന്നു. നൈഷ്ഠിക ബ്രഹ്മചര്യം പ്രത്യേകമായ അവകാശമാണെന്നായിരുന്നു അഭിഷേക് സിംഗ്വി വാദിച്ചത്. അതുപോലെ തന്നെ ഭരണഘടനയുടെ 25, 26 അനുച്ഛേദങ്ങൾ കൂട്ടിവായിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. നൈഷ്ഠിക ബ്രഹ്മചര്യം ശബരിമലയുടെ മാത്രം പ്രത്യേകതയാണ് എന്നും അതുപോലെ തന്നെ യുക്തി കൊണ്ട് അളക്കാൻ ശബരിമല സയൻസ് മ്യൂസിയം അല്ല തുടങ്ങിയ വാദങ്ങളായിരുന്നു പ്രധാനമായും അഭിഷേക് സിംഗ്വി വാദിച്ചത്. അതുപോലെ തന്നെ ബ്രാഹ്മണ സഭയ്ക്ക് വേണ്ടി ശേഖർ നാഫ്റ്റെ ഹാജരായിരുന്നു. അതുപോലെ തന്നെ ഇതിനിടയിൽ വാദം നടക്കുന്നതിനിടയിൽ ഹിന്ദു മതാചാര നിയമത്തിന്റെ പകർപ്പ് ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര ആവശ്യപ്പെടുകയുണ്ടായി. ഹർജിക്കാരിൽ നിന്നും 1-2 ആളുകളുടെ വാദം കേൾക്കുമെന്നായിരുന്നു ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കിയത്. ഇതിൽ ആദ്യമായി സർക്കാരിന്റെ വാദമായിരുന്നു കേട്ടത്. ഇതിനിടെ വാദം കേൾക്കുന്നതിനിടയിൽ ഹർജിക്കാരുടെ ഭാഗത്തു നിന്നും നിരന്തരമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട കോടതി പ്രധാനമായും അഭിഭാഷകൻ മാത്യൂസ് നെടുമ്പാറയോട് ഉൾപ്പെടെ ഈ രീതിയിൽ കോടതിയുടെ മര്യാദക്രമങ്ങൾ പാലിക്കാൻ തയ്യാറല്ല എങ്കിൽ കോടതി ലക്ഷ്യത്തിന് ഉൾപ്പെടെ നടപടി സ്വീകരിക്കുമെന്നുള്ള ഒരു പരാമർശം അദ്ദേഹം നടത്തുകയും ചെയ്തു. പല തവണയും ഒരേ ആവർത്തനമായിരുന്നു വാദങ്ങളിൽ ഈ ഹർജിക്കാരൊക്കെ തന്നെ നടത്തിയത്. പുതുതായി ഒരു വാദവും ഉന്നയിക്കാൻ വേണ്ടി ഹർജിക്കാർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ വാദം എത്തി നിൽക്കുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. സംസ്ഥാന സർക്കാരിന് വേണ്ടി അഡ്വക്കേറ്റ് ജയദീപ് ഗുപ്തയാണ് വാദിച്ചത്. വിധിയിൽ പുനഃപരിശോധന ആവശ്യമില്ല, പുതിയൊരു വാദവും ഉന്നയിക്കാൻ ഹർജിക്കാർക്ക് കഴിഞ്ഞിട്ടില്ല, വിധിയുടെ ആധാരം തുല്യതയാണ്, ശബരിമല ക്ഷേത്രപ്രവേശനത്തിനും വലിയ അവകാശം വേറെ മറ്റൊന്നില്ല, പുനഃപരിശോധനയ്ക്ക് തക്കതായ പിഴവ് വിധിയിലില്ല തുടങ്ങിയ കാര്യങ്ങളാണ് അദ്ദേഹം വാദങ്ങളായി സർക്കാരിന് വേണ്ടി ഹാജരായ ജയദീപ് ഗുപ്ത വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും 3 മണിവരെയാണ് ഇപ്പോൾ വാദം കേൾക്കുക. ഇതിനിടയിൽ തന്നെ പുനഃപരിശോധനാ ഹർജികൾ കൂടാതെ മറ്റ് ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള 9ഓളം ഹർജികൾ, 4 റിട്ട് ഹർജികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടിയുണ്ട്. അവയിലുള്ള വാദവും നടക്കും. ഏതായാലും അല്പസമയത്തിനകം കോടതി നടപടികൾ വീണ്ടും ആരംഭിക്കും. വ്യക്തമാണ്. ശരത്താണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കോടതിയിൽ ശബരിമല വിധിയുമായി ബന്ധപ്പെട്ട പുനഃപരിശോധനാ ഹർജികളിന്മേലുള്ള വാദം തുടരുകയാണ്. വാർത്തകളിലേക്കും വിശകലനങ്ങളിലേക്കും തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. ശബരിമല യുവതീ പ്രവേശനത്തിൽ പുനഃപരിശോധനാ ഹർജികളിലുള്ള വാദം സുപ്രീം കോടതിയിൽ പുരോഗമിക്കുകയാണ്. വിശ്വാസങ്ങൾക്ക് മീതെയാണ് മൗലിക അവകാശങ്ങളെന്ന് വാദത്തിനിടെ വീണ്ടും സുപ്രീം കോടതി ഓർമ്മപ്പെടുത്തി. വിധിയിൽ പിഴവെന്തെന്ന് വിശദീകരിക്കാൻ അഭിഭാഷകരോട് ചീഫ് ജസ്റ്റിസ് വാദങ്ങൾ ആരംഭിച്ചപ്പോൾ തന്നെ ആവശ്യപ്പെട്ടു. 9 പേരുടെ വാദമാണ് ഹർജിക്കാരുടെ ഭാഗത്തു നിന്ന് പൂർത്തിയായത്. ബാക്കിയുള്ളവർ
തങ്ങളുടെ വാദം എഴുതി നൽകിയാൽ മതി എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അതേസമയം വിധി പുനഃപരിശോധിക്കേണ്ടതില്ലെന്ന് സർക്കാർ കോടതിയിൽ വാദിച്ചു. വിധിയെ അനുകൂലിക്കുന്നവരുടെ ഭാഗത്തു നിന്നുള്ള വാദം അടുത്ത 1 മണിക്കൂറിൽ കോടതിയിൽ ഉണ്ടാകും. ഇപ്പോൾ നമ്മോടൊപ്പം ദില്ലിയിൽ നിന്ന് BJP നേതാവ് പുരുഷോത്തമനും ഒപ്പം തന്നെ ന്യൂസ് സ്റ്റുഡിയോയിൽ നിന്ന് നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതി ജോയിന്റ് കൺവീനർ CP സുഗതനും ചേരുകയാണ്. ആദ്യം ദില്ലിയിൽ പുരുഷോത്തമനിലേക്ക്. ശ്രീ പുരുഷോത്തമൻ, കോടതിയിൽ ഹർജിക്കാരുടെ ഭാഗത്തു നിന്ന് വാദങ്ങൾ ഉന്നയിച്ചു. NSSന്റെ ഭാഗത്തു നിന്ന് K പരാശരൻ കൃത്യമായ വാദങ്ങളാണ് ആദ്യം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ഭരണഘടനയുടെ അനുച്ഛേദം 15 നിർവചിക്കുന്നതിൽ പാകപ്പിഴകൾ ഉണ്ടായി എന്നുള്ള കാര്യമാണ് കോടതിയിൽ ചൂണ്ടിക്കാട്ടിയത്. അതിനപ്പുറത്തേക്ക് ഒന്നും ചൂണ്ടിക്കാട്ടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഇക്കാര്യങ്ങളൊക്കെ തന്നെയാണ് കഴിഞ്ഞ 12 വർഷം കോടതി വാദിച്ചതും നിരീക്ഷിച്ചതും അതിന്റെ മേൽ വിധി പറഞ്ഞതും. ഈ കോടതി വിധിയെ അനുകൂലിച്ചുള്ളവരുടെ വാദവും ഇപ്പോൾ കോടതിയിൽ ആരംഭിച്ചു കഴിഞ്ഞു. സർക്കാരിന്റെ വാദം അക്കാര്യത്തിൽ പൂർത്തിയാകുകയും ചെയ്തു. കോടതി നടപടികൾ വരും മണിക്കൂറുകളിൽ, നിമിഷങ്ങളിൽ പുരോഗമിക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടി താങ്കളുടെ നിരീക്ഷണം എന്താണ്? ഈ കഴിഞ്ഞ 12 വർഷങ്ങളായിട്ട് ഈ വാദം തന്നെ തുടരുകയായിരുന്നെങ്കിൽ ഇപ്പം ഈ റിവ്യൂ പെറ്റീഷൻ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നല്ലോ. അപ്പം റിവ്യൂ പെറ്റീഷനിനകത്ത് എന്തെങ്കിലും കാതലായിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്നുള്ള നിരീക്ഷണമാണല്ലോ കോടതിക്ക് കിട്ടിയിട്ടുണ്ടാവുക. അല്ലെങ്കിൽ രാവിലെ തന്നെ 10:30 തന്നെ ഈ കേസ് എടുത്തപ്പോൾ അപ്പം തന്നെ വിധി പറയാമായിരുന്നല്ലോ. അപ്പം ഒരുപാട് കാര്യങ്ങൾ ബാക്കിയുണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാവണം ഈ ചർച്ച അല്ല ഈ വാദം തന്നെ നീട്ടിക്കൊണ്ട് പോയിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം, ഇന്ദു മൽഹോത്ര പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ ആദ്യം പറയുകയുണ്ടായി. ഇന്ദു മൽഹോത്രയുടെ കാര്യമാണ് പ്രധാനമന്ത്രി ഇന്ദു മൽഹോത്രയും ഇതിനെക്കുറിച്ചൊരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, അതും മുഖവിലേക്ക് എടുക്കേണ്ടതുണ്ടെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ മറ്റു വിധിയെ തള്ളിക്കൊണ്ട് കോടതിക്കെതിരായി പറഞ്ഞിട്ടൊന്നുമല്ല. ഇന്ദു മൽഹോത്ര പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും പരിഗണനയ്ക്കെടുക്കേണ്ടതാണ്. അതൊരു വിശ്വാസികളുടെ ആ സമയത്ത് അതും കൂടെ ആലോചിക്കേണ്ടതാണ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ഈ വക കാര്യങ്ങളെല്ലാം നമ്മൾ കൂടിവെച്ച് നോക്കുമ്പോൾ തികച്ചും വിശ്വാസികൾക്ക് അനുകൂലമായ ഒരു വിധിയാണ് വരാൻ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എനിക്ക് തോന്നുന്നത്, എൻ്റെ വിശ്വാസം അത് തന്നെയാണ്. വിശ്വാസിക്ക് അനുകൂലമായ ഒരു വിധി തന്നെയാണ് വരാൻ പോകുന്നത്. ശ്രീ പുരുഷോത്തമൻ, തുറന്ന കോടതിയിലാണ് വാദം കേൾക്കുന്നത്. സാധാരണഗതിയിൽ ചേംബറിൽ പരിശോധിക്കേണ്ട ഒരു പുനഃപരിശോധനാ ഹർജികൾ അത് തുറന്ന കോടതിയിലേക്ക് എത്തിയ ഒരു സാഹചര്യമാണ്. കോടതി എല്ലാവർക്കും കൃത്യമായ അവസരങ്ങൾ നൽകുന്നു. സുതാര്യത ഒന്നുകൂടി ഉറപ്പുവരുത്തുകയാണ്. സാധാരണഗതിയിൽ ഒരു അപൂർവമായ സംഭവമാണ് ഇതേപോലെ കോടതിയിൽ എത്തുക. നിയമവും ഒപ്പം തന്നെ വിശ്വാസവും തമ്മിലുള്ള ഒരു യുദ്ധം. ആ സാഹചര്യത്തിൽ കൂടുതൽ സുതാര്യത ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗം കൂടിയാണ് ഈ പ്രതീക്ഷിക്കാത്തതുപോലെ നേരത്തെ വളരെ വേഗം അവസാനിക്കുമെന്ന് കരുതിയ കോടതി നടപടികൾ മണിക്കൂറുകൾ നീണ്ടുപോകുന്നത്. ഇതിനകം 2.5 മണിക്കൂറോളം വാദം പൂർത്തിയായി കഴിഞ്ഞു. എങ്കിൽ പോലും ഹർജികൾ പുനഃപരിശോധിക്കാൻ വേണ്ട പുതിയ ഒരു വാദം അല്ലെങ്കിൽ നിലവിലുള്ള വിധിയിൽ തെറ്റ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഉള്ള ഒരു അവസരം കൊടുത്തിട്ടും അത് ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളിടത്താണ് ഇപ്പോൾ കോടതി നടപടികൾ നിൽക്കുന്നത്. പുരുഷോത്തമനിലേക്ക് എത്താം. ഇപ്പോൾ നിരീക്ഷകൻ കൂടിയായ വേണുഗോപാൽ കൂടി നമ്മോടൊപ്പമുണ്ട്. അദ്ദേഹത്തിലേക്ക് കാര്യങ്ങൾ ഇതുവരെയുള്ള വാർത്തകൾ അറിഞ്ഞു കാണുമെന്ന് വിശ്വസിക്കുന്നു. കോടതി നടപടികൾ പുരോഗമിക്കുകയാണ്. കോടതി സമയം പാഴാക്കുന്നതിന്റെ ആവശ്യമുണ്ടോ എന്നാണ് ആദ്യം തന്നെ പരാമർശിച്ചത്. അതിനപ്പുറത്തേക്ക് മൗലിക അവകാശങ്ങളൊക്കെ വിശ്വാസത്തിന് മുകളിലാണ് എന്നും അടിവരയിട്ട് പറയുന്ന സാഹചര്യമുണ്ടായി. നിലവിൽ ഇതുവരെ ശബരിമലയിൽ സ്ത്രീകൾ പ്രവേശിക്കണമെന്ന വിധിയെ പുനഃപരിശോധിക്കേണ്ടതിന്റെ ഘട്ടത്തിലേക്ക് എത്തിക്കേണ്ട പുതിയൊരു വാദം ഉന്നയിക്കാൻ ഹർജിക്കാർക്ക് കഴിഞ്ഞില്ല എന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. വിധിയെ അനുകൂലിക്കുന്നവരുടെ വാദമാണ് ഇനി കോടതിയിൽ പുരോഗമിക്കാനുള്ളത്. എങ്ങനെ കാണുന്നു? അല്ല, എങ്ങനെയാ വരിക എന്നുള്ളത് ഇപ്പോൾ അവസാനം പറയേണ്ടത് കോടതി തന്നെയാണ്. പ്രശ്നം മറ്റേ മൗലികാവകാശങ്ങളുടെ മുകളിൽ വിശ്വാസം നിൽക്കണോ എന്നതാണ്. മൗലികാവകാശങ്ങളുടെ മുകളിലായിട്ട് വിശ്വാസം വന്നു കഴിഞ്ഞാൽ ഇത് വിശ്വാസികളുടെ അല്ലെങ്കിൽ ആ മതത്തിൻ്റെ രാഷ്ട്രമായിട്ട് മാറുക എന്ന രീതിയിലേക്ക് ഇന്ത്യ മാറും. അങ്ങനെ മാറുന്ന ഒരു വിധി കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നില്ല. മതനിരപേക്ഷതയാണ് നമ്മുടെ അടിസ്ഥാനം എന്നതുകൊണ്ട്
മതവും രാഷ്ട്രീയവും തമ്മിൽ കലരാൻ പാടില്ല എന്നതുപോലെ തന്നെ മതവിശ്വാസത്തിനെ രാഷ്ട്രീയത്തിൻ്റെ അല്ലെങ്കിൽ ഭരണഘടനയുടെ ഭരണകൂടത്തിൻ്റെ മുകളിൽ നിർത്തുന്ന ഒരു വിധി കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നില്ല. എന്തായാലും ആ തലങ്ങളിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ തന്ത്രിക്കെതിരെ കൂടി സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള വാദത്തിൽ വിമർശനം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. തന്ത്രി നടത്തുന്നത് വ്യാഖ്യാനങ്ങൾ ആണ് എന്നാണ് പറഞ്ഞത്. അതിനപ്പുറത്തേക്ക് തന്ത്രിക്ക് മറ്റു കാര്യങ്ങളില്ല. ശബരിമലയിലെ കാര്യങ്ങളെപ്പറ്റി, ആചാരങ്ങളെപ്പറ്റി അവസാന വാക്ക് തന്ത്രിയുടേത് എന്ന നിലയിലാണ് തന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ അവതരിപ്പിച്ചത്. NSSനാകട്ടെ മറ്റു കാര്യങ്ങൾ ഉന്നയിക്കാൻ കഴിഞ്ഞില്ല. പ്രയാർ ഗോപാലകൃഷ്ണന്റെ വക്കീലായ മനു അഭിഷേക് സിംഗ്വി കോടതിയെ ബ്രഹ്മചര്യവുമായി ബന്ധപ്പെടുത്തിയുള്ള കഥകളാണ് ധരിപ്പിച്ചത്. അത് വിശ്വാസപരമായ കാര്യമാണ് എന്ന് തന്നെയാണ് കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. ഭരണഘടനയുടെ അനുച്ഛേദം 15 അനുസരിച്ച് തന്നെയാണ് താൻ വിധി പറഞ്ഞത് എന്നാണ് ബെഞ്ചിലെ ജസ്റ്റിസ് നരിമാൻ വ്യക്തമാക്കിയതും. ഈ ഘടകങ്ങളെ കാണുമ്പോൾ ഒരു ഭൂരിപക്ഷം ഈ ബെഞ്ചിൽ നിന്ന് ഈ ഹർജിക്കാരുടെ ഭാഗത്തിന് അനുകൂലമായി ലഭ്യമാകാൻ ഇടയില്ലാത്ത ഒരു സാഹചര്യം കൂടിയാണ് നിലനിൽക്കുന്നത്. ഇനി മറ്റു ആളുകൾ കൂടി തങ്ങളുടെ വാദം അവതരിപ്പിക്കുകയാണ്. ആ സാഹചര്യത്തിൽ റിവ്യൂ ഹർജി പരിഗണിക്കേണ്ട കാര്യങ്ങൾ കൂടി സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ട്. യങ് ലോയേഴ്സ് അസോസിയേഷന്റെ വാദം കൂടി കോടതി കേൾക്കേണ്ടതുണ്ട്. സർക്കാർ പ്രത്യേകമായി പറഞ്ഞത് ശബരിമല എന്ന് പറയുന്നത് പ്രത്യേക ഒരു സമൂഹം ആയി അയ്യപ്പ വിഭാഗത്തെ കാണേണ്ടതില്ല, ഹിന്ദു മതവുമായി ചേർന്ന് തന്നെ നിൽക്കുന്നതാണ്, ഒരു പ്രത്യേക വിഭാഗമായി കാണേണ്ടതില്ല എന്നുള്ള കാര്യമാണ് സർക്കാർ കൃത്യമായി കോടതിയെ ബോധിപ്പിച്ചതും. നവോത്ഥാന സംരക്ഷണ മൂല്യ സമിതിയുടെ അംഗമെന്ന നിലയിൽ ശ്രീ സുഗതൻ ഈ കാര്യങ്ങളെ പ്രാഥമികമായി എങ്ങനെയാണ് വീക്ഷിക്കുന്നത്? ഈ ആ പോയിന്റിന് മുമ്പ് നമ്മുടെ ബഹുമാനപ്പെട്ട പുരുഷോത്തമൻ പറഞ്ഞതിൽ ഒരു പോയിന്റിൽ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി ഇല്ലായ്മയാണ് സംസാരിച്ചത്. നമുക്കറിയാം സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചായാലും ചില പ്രധാനപ്പെട്ട വിധികൾ ഭൂരിപക്ഷത്തെ അനുസരിച്ചാണ് വരുന്നത്. പക്ഷെ പിന്നീട് ഒരിക്കലും അതിലൊരു ജഡ്ജി പ്രത്യേക ഒരു വിധി പറഞ്ഞു, അത് പരിശോധിക്കണം എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി അല്ല. അതൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആയിപ്പോയി ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന്. അത് ഈ കേരള ജനത വളരെ സീരിയസോടുകൂടിയാണ്. അങ്ങനെ പറഞ്ഞിട്ടില്ല. പരിശോധിക്കണമെന്ന് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടിട്ടൊന്നുമില്ല. അല്ല, അങ്ങനെ പറയാൻ പാടില്ലല്ലോ. സുപ്രീം കോടതിയുടെ മെജോറിറ്റി വിധികൾ വന്നു കഴിഞ്ഞാൽ അതിന്റെ പ്രധാനമന്ത്രി അങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു പരാമർശം നടത്തിയിട്ടുണ്ട്. സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് മെജോറിറ്റി വിധി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഡിസന്റ് പ്രഖ്യാപിക്കുന്ന അല്ലെങ്കിൽ ഡിസന്റ് രേഖപ്പെടുത്തുന്ന ജഡ്ജിയുടെ വിധി എടുത്ത് കാണിച്ചിട്ട് അങ്ങനെ ഒരു 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 നടപടി, അതങ്ങനെ ഒരു പ്രസിഡൻസ് ശരിയല്ല. പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു തെറ്റ് പറ്റി എന്നുള്ളത് നമുക്കത് വ്യാഖ്യാനിക്കാൻ പറ്റും. പ്രിയപ്പെട്ട സുഗതൻ ഇത് കേൾക്കുക. അദ്ദേഹം പറഞ്ഞത് ഹിന്ദു മൽഹോത്ര ഇങ്ങനെ ഒരു പരാമർശം നടത്തിയിട്ടുണ്ട്, അതിനെക്കുറിച്ചാണ് ഇപ്പൊ സമരം നടത്തുന്നത്, കേരളത്തിലും മറ്റും ശബരിമല വിഷയത്തിൽ സമരം നടത്തുന്നത് എന്നുള്ള കാര്യമാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. അത് തന്നെയാണ് കൃത്യമായ രാഷ്ട്രീയ നീക്കം. പ്രധാനമന്ത്രി രാഷ്ട്രീയം അതാണ് ഈ വിധിയിൽ രാഷ്ട്രീയം കലർത്തുക എന്ന് നമ്മൾ പറയുന്നത്. ഇനി അടുത്തത് അദ്ദേഹം ചോദിച്ച ഒരു വിധി, ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു 3 മണിക്ക് മുമ്പ് ഈ വിധി ഉണ്ടാകും എന്നാണ് തോന്നുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്തിൽ മുമ്പേ നമ്മുടെ നിയമജ്ഞ പറഞ്ഞതിൽ നിന്ന് അല്പം വ്യത്യസ്തമായിട്ട് ഈ 15(2) തുല്യതാ അവകാശം, ആ തുല്യതാ അവകാശം ഒരു പബ്ലിക് പ്ലേസിൽ ജെൻഡർ ഇൻഇക്വാലിറ്റി അല്ലെങ്കിൽ ഇക്വാലിറ്റി പാലിക്കണം എന്നുള്ളതാണ്. അവിടെ പബ്ലിക് പ്ലേസ് എന്നുള്ള ഒരു നിർവചനത്തിലേക്ക് നമ്മുടെ ഈ ക്ഷേത്രങ്ങൾ വരുമോ ഇല്ലയോ എന്നുള്ളത് ഒരു പോയിന്റായിട്ട് എടുത്തിട്ട് കഴിഞ്ഞാൽ ഇനിയും വീണ്ടും ഒരു ലാർജർ ബെഞ്ചിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ടാകുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം അതൊരു നിർണായകമായ ഒരു പോയിന്റാണത്. ഇപ്പോൾ പുതിയതായിട്ടൊന്നും വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ പോലും 15(2) ഇക്വാലിറ്റി ഒരു പബ്ലിക് പ്ലേസിലാണ് ആ ഇക്വാലിറ്റി നമ്മൾ പാലിക്കേണ്ടത്. പക്ഷേ ഒരു ക്ഷേത്രം ഒരു പബ്ലിക് പ്ലേസ് ആണോ? ക്ഷേത്രം നമ്മൾ ആൾവേസ് എല്ലാ കാലത്തും നമ്മളൊരു വിശ്വാസികളുടെ ഒരു ഇടമായിട്ടാണ്, വിശ്വാസികളുടെ ഒരു കേന്ദ്രമായിട്ടാണ് നമ്മൾ കണക്കുകൂട്ടുന്നത്. വിശ്വാസികളുടെ ഇടം പബ്ലിക് പ്ലേസ് ആണ്. ഇപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ്, ഒരു ഹോട്ടൽ, ഇറ്റ് ഈസ് എ പബ്ലിക് പ്ലേസ്. പക്ഷേ അതുപോലൊക്കെ ഒരു ക്ഷേത്രത്തെ കാണാമോ ഇല്ലയോ എന്നുള്ള ഒരു പോയിന്റാണ്
സംഘവി ഇവിടെ എടുത്തിട്ടിരിക്കുന്നത്. അക്കാര്യങ്ങൾ നേരത്തെയും പഴയ വാദത്തിനിടയിലും ഉയർന്നു വന്നതാണ്. ക്ഷേത്രങ്ങളെ പൊതു ഇടമായി കാണണോ വേണ്ടയോ എന്നുള്ള കാര്യം പഴയ വാദങ്ങളിലും വന്നതാണ്. അത് വീണ്ടും കോടതിയുടെ മുന്നിൽ എത്തിയിരിക്കുന്നു. ക്ഷേത്രങ്ങളെ പൊതു ഇടമായി കാണാൻ കഴിയില്ല, അത്തരത്തിൽ സ്ത്രീകൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിന് ഒരു അനുമതി നൽകാനാകില്ല എന്നുള്ള വാദമാണ് ഉന്നയിച്ചത്. അതുകൊണ്ട് നേരത്തെ ഒരു പോയിന്റൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടനാ ചരിത്രം, ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ചരിത്രം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഭരണഘടനയെ അംഗീകരിക്കാത്ത വയലന്റ് ഗ്രൂപ്പുകൾ പോലും ഇപ്പോൾ ഭരണഘടനയെ അംഗീകരിച്ചു വരുന്നുണ്ട്. അപ്പൊ എല്ലാവരും ഭരണഘടനയെ അംഗീകരിക്കണം. അത് ഭരണഘടനയായിരിക്കണം ആത്യന്തികമായ നമ്മുടെ സാമൂഹിക ജീവിതത്തിന്റെ അടിക്കല്ല് എന്നുള്ള ഇത് വരുമ്പോൾ ഒരു പ്രത്യേക വിഭാഗം ഞങ്ങൾ ഭരണഘടനയെ അംഗീകരിക്കില്ല എന്ന് പറയുന്നതിൻ്റെ അകത്തിൽ ഒരു വലിയ വിഷയമുണ്ട്. ഞാനതാണ് മുമ്പേ ഒരു പോയിന്റ് ചൂണ്ടിക്കാണിച്ചിരുന്നത്. നക്സലേറ്റുകൾ പോലും ഭരണഘടനയെ അംഗീകരിച്ചു വരുന്നു. ഇനി ഒരു സ്പ്ലിൻഡർ ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ അംഗീകരിക്കാതിരിക്കുന്നത്. അത് ആരാണ് അംഗീകരിക്കാത്തത് എന്നുള്ളത് തന്നെയാണ് വലിയ ചോദ്യം. അംഗീകരിക്കാതിരിക്കാനുള്ള ആ ഒരു പ്രേരണ നൽകുന്നത് ഇവിടുത്തെ കേന്ദ്രം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ആണെന്നുള്ളത് വളരെ ദുഃഖകരമായിട്ടുള്ള അതിന്റെ ഭാഗമായാണ് നിരവധി ഹർജികൾ, 56ഓളം പുനഃപരിശോധന ഹർജികളാണ് കോടതിയിൽ ചെന്നിട്ടുള്ളത്. എന്നിട്ട് പോലും അവർക്ക് പുതുതായി ഒരു വാദം കോടതിയിൽ ഉന്നയിക്കാൻ കഴിയുന്നില്ല. ഹർജി പുനഃപരിശോധിക്കേണ്ടതിലേക്ക് പുതിയ ഒരു വാദം നിയമപരമായി ഉന്നയിക്കാൻ അവർക്ക് കഴിയുന്നില്ല എന്ന് നിയമവിദഗ്ധർ തന്നെ ചൂണ്ടിക്കാട്ടുന്നു. വീണ്ടും അവർ ആചാരം അല്ലെങ്കിൽ വിശ്വാസം എന്നതിൽ തന്നെയാണ് അവർ ഊന്നിപ്പിടിച്ചിരിക്കുന്നത്. ഇതിന് കൃത്യമായ വാക്കാൽ പരാമർശവും കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. വിധി വരാനിരിക്കുന്നതേ ഉള്ളൂ. കോടതി എന്ത് നിലപാടെടുക്കും എന്നുള്ള കാര്യം അല്പസമയത്തിനകം അറിയാൻ കഴിയും. ശ്രീ വേണുഗോപാൽ, ഹയർ ബെഞ്ചിലേക്ക് വിടാനുള്ള ഒരു സാധ്യതകൾ ഈ സന്ദർഭങ്ങളിൽ ഉണ്ടോ? കാരണം ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇത് വിശ്വാസത്തിന്റെ പേരിലല്ല, അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയമായ കാര്യങ്ങൾക്ക് കൂടി പ്രയോജനപ്പെടുത്തുന്ന ഒരു വിഭാഗമുണ്ട്. അവരാണ് ഈ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നത്, കോടതി വിധിക്കെതിരെ രംഗത്തെത്തിയത് എന്നതുകൂടി കണക്കിലെടുക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ അതിനൊരായുധമാക്കി ഈ സംഭവം ചൂടോടെ നിലനിർത്തേണ്ടതിന് ചില സമ്മർദ്ദങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ കോടതിയുടെ നടപടികൾ ഇന്ന് അവസാനിക്കാനുള്ള ഒരു സാധ്യതകൾ തന്നെയാണോ നിരീക്ഷിക്കാനാകുന്നത്, അതോ വരും ദിവസങ്ങളിലേക്ക് മാറ്റിവെക്കാനോ ഹയർ ബെഞ്ചിലേക്ക് പോകാനോ ഉള്ള സാധ്യതകൾ എങ്ങനെ നിരീക്ഷിക്കുന്നു? എൻ്റെ വിശ്വാസം ഇന്ന് തന്നെ വിധി പറയുന്നതാണ്. എന്താ കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ കേട്ട സംഗതികൾ വെച്ച് പരിശോധിക്കുമ്പോൾ പുതിയതായി ഈ നിലവിൽ പ്രഖ്യാപിക്കപ്പെട്ട വിധിയിൽ എന്തെങ്കിലും തെറ്റുള്ളതായി, വസ്തുതാപരമായ തെറ്റുള്ളതായി അല്ലെങ്കിൽ നിയമപരമായ തെറ്റുള്ളതായി ആരും ചൂണ്ടിക്കാണിച്ചതായി കാണുന്നില്ല. അങ്ങനെ കാണാത്തിടത്തോളം കാലം വിധി പുനഃപരിശോധിക്കേണ്ട അവസ്ഥ ഉണ്ടാവുന്നില്ല. സ്വാഭാവികമായിട്ടും നോക്കിയാൽ നമുക്കറിയാം, പുനഃപരിശോധന വരിക ഫാക്ച്വൽ എററോ അല്ലെങ്കിൽ നിയമപരമായ തെറ്റോ സംഭവിച്ചിട്ടുണ്ടെങ്കിലാണ്. അങ്ങനെ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചതായി ഇതുവരെ ഹാജരായ വക്കീലന്മാരാരും തന്നെ വാദം ഉന്നയിച്ചിട്ടില്ല എന്നതുകൊണ്ട് ഇന്ന് തന്നെ അന്തിമ വിധി ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാണ് ഈ ഇത്രത്തോളം കേട്ടത് വെച്ച് നോക്കുമ്പോൾ മനസ്സിലാവുന്നത്. അതിൽ കൂടുതൽ എന്ത് വിശദാംശങ്ങളാണ് അവിടെ പരിശോധിക്കപ്പെട്ടുള്ളത്, എന്തൊക്കെ വാദങ്ങളാണ് ഉന്നയിക്കപ്പെട്ടുള്ളത് എന്നൊക്കെ തന്നെ കോടതിക്കാണ് അറിയുക. അതിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ വല്ല വിഷയങ്ങൾ വന്നിട്ടുണ്ടോ എന്ന കാര്യം നമുക്കറിയില്ല. വാർത്തകൾ വന്നത് വെച്ച് നോക്കുമ്പോൾ പുതിയതായി ഒന്നും തന്നെ ഉന്നയിക്കപ്പെട്ടിട്ടില്ല എന്നാണ് മനസ്സിലാവുന്നത്. ചീഫ് ജസ്റ്റിസ് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചതായിട്ടും കാണുന്നുണ്ട്. അത് ഒക്കെ ശരിയാണ് എങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഇക്കാര്യത്തിൽ അന്തിമ തീർപ്പുണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാണ് തോന്നുന്നത്. അതായത് കോടതി വിധിയിൽ ഉണ്ടായ പിഴവുകൾ ചൂണ്ടിക്കാണിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല, നിയമപരമായി ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞില്ല. ഭരണഘടനയുടെ 15-ാം അനുച്ഛേദം, 14, 15 അനുച്ഛേദം, 25, 26 അനുച്ഛേദങ്ങൾ തമ്മിലുള്ള ഒരു പോരാട്ടമായി തന്നെയാണ് ഇതിനെ കാണുന്നത്. അതിനപ്പുറത്തേക്ക് ഒരു നീക്കമുണ്ടാകുന്ന ഒരു സമീപനം ഇപ്പോൾ ഈ ഹർജിക്കാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന ഒരു നില കാണുന്നില്ല. ഭരണഘടനയുടെ ധാർമ്മികത മതവിശ്വാസത്തിൽ പൂർണ്ണമായി പ്രയോഗിക്കാനാകില്ല എന്നൊരു പരാമർശം പ്രയാർ ഗോപാലകൃഷ്ണന് വേണ്ടി ഹാജരായ മനു അഭിഷേക് സിംഗ്വി ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ആ വാദത്തെ എങ്ങനെ കാണുന്നു? എങ്ങനെ പറഞ്ഞു ഭരണഘടനയുടെ മൗലിക അവകാശങ്ങൾ അത് മതവിശ്വാസത്തിൽ പൂർണ്ണമായി അതിന്റെ ഒരു നിർവചനത്തിലേക്ക് എത്തിക്കാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം കോടതിയെ ബോധിപ്പിച്ചത്. അല്ലെ, അത് തന്നെയാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഈ ഭരണഘടനയ്ക്ക് മുകളിൽ വിശ്വാസത്തെ സ്ഥാപിക്കണമോ എന്നതാണ് ഈ കേസിൽ അന്തർലീനമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. എല്ലാവരും ഈ വിശ്വാസമാണ് മുകളിൽ നിൽക്കേണ്ടത് എന്ന് വാദിക്കുന്നവർ അറിഞ്ഞോ അറിയാതെയോ ഇന്ത്യയെ ഒരു ഹിന്ദു മതരാഷ്ട്രമാക്കി മാറ്റി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആശയപരമായ അരങ്ങൊരുക്കുകയാണ് ചെയ്യുന്നത്. ഭരണഘടനയ്ക്ക് മുകളിൽ വിശ്വാസം വരിക എന്ന് പറഞ്ഞാൽ ആ വിശ്വാസത്തിന് കീഴ്പ്പെട്ട് ഭരണഘടന പ്രവർത്തിക്കണം എന്നാണ് വരിക. അങ്ങനെ ഭരണഘടന എപ്പോഴാണോ ഹിന്ദുമത വിശ്വാസത്തിന് കീഴ്പ്പെടുക
ആ സമയം ഇന്ത്യയുടെ ഭരണഘടന മതനിരപേക്ഷമല്ലാതാവുകയും ഹിന്ദു മതരാഷ്ട്രത്തിന്റെ ഭരണഘടനയായി മാറുകയും ചെയ്യും എന്ന സ്ഥിതിവിശേഷമാണ് അങ്ങനെ വന്നാൽ വരിക. അങ്ങനെ വരുന്നതിന് സുപ്രീം കോടതി അനുവദിക്കുമോ ഇല്ലയോ എന്നതാണ് പ്രശ്നം. നിലനിൽക്കുന്ന ഭരണഘടനാ വ്യവസ്ഥകൾ വെച്ചുകൊണ്ട്, ഭരണഘടനയുടെ മൗലികാവകാശങ്ങൾ വെച്ചുകൊണ്ട്, ഭരണഘടനയെ അടിത്തറ വെച്ചുകൊണ്ട്, മതനിരപേക്ഷത എന്ന് പറയുന്ന അടിത്തറ വെച്ചുകൊണ്ട് അത്തരത്തിലുള്ള സമീപനം സുപ്രീം കോടതിക്ക് എടുക്കാൻ പറ്റില്ല എന്നാണ് എന്റെ വിശ്വാസം. എന്താണ് സുപ്രീം കോടതി തീരുമാനിക്കുക എന്ന് നമുക്ക് തീരുമാനിക്കാം. അതിനാണ് ശ്രീ പുരുഷോത്തമൻ, ഇത്തരം ആരോപണങ്ങളാണ് BJPക്ക് നേരിടേണ്ടി വരുന്നത്. ഈ ഘട്ടത്തിൽ കോടതി ഭരണഘടനാ തത്വങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു, സർക്കാർ തങ്ങളുടെ നയങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ്. ശബരിമലയിൽ യുവതികൾക്ക് പ്രവേശിക്കുന്നതിൽ സർക്കാരിന് വിരോധമൊന്നുമില്ല എന്ന നിലയിൽ നിൽക്കുമ്പോൾ തന്നെ കോടതി എന്ത് പറയുന്നു അത് അനുസരിക്കും എന്നുള്ള ഉത്തരവാദിത്വം കൂടി സർക്കാർ കോടതിയിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ആരോപണങ്ങൾ ഉയരുമ്പോൾ അതിനൊരു മറുപടി പറയാൻ ഈ പുനഃപരിശോധനാ ഹർജികൾ കോടതി പരിഗണിക്കുന്ന സമയത്ത് പോലും BJPക്ക് കഴിയുന്നില്ല. അത്തരമൊരു വാദങ്ങൾ കോടതിയിൽ ഉന്നയിക്കാൻ അഭിഭാഷകർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് വസ്തുത. എങ്ങനെ കാണുന്നു? എൻ്റെ ആനന്ദ്, എനിക്ക് മുമ്പ് സംസാരിച്ച മാന്യദേഹം അദ്ദേഹം ഈ കാര്യങ്ങളിലേക്ക് ഹിന്ദു രാഷ്ട്രത്തിലേക്ക് പറയുന്നു. ഹിന്ദു രാഷ്ട്രം അങ്ങനെ എവിടെയാണ് ഹിന്ദു രാഷ്ട്രത്തിന്? ഇവിടെ ശബരിമല വിഷയത്തിൽ ചർച്ച ചെയ്യുകയാണ്. ഇത് വിശ്വാസത്തിലാണോ ഭരണഘടന ഇതിൽ കൊണ്ടുവരണോ എന്നതിനെക്കുറിച്ച് ചർച്ച നടക്കുന്നത്. ഹിന്ദുമത വർഗീയവാദം ഈ വക കാര്യങ്ങൾ ഒരിടത്തും പരാമർശിച്ചിട്ടില്ല. വെറുതെ ഹിന്ദുമതം മാത്രമല്ല ഇവിടെ ഇന്ത്യയിൽ. ഇവിടെ ഇസ്ലാം മതമുണ്ട്, ക്രിസ്തു മതമുണ്ട്, എത്രയും ജൈന മതമുണ്ട്, പല മതങ്ങളും ഉണ്ട്. ഏത് മതത്തിലേക്കാണ് പോകുന്നതെന്ന് ആരും പറഞ്ഞിട്ടില്ല. അദ്ദേഹം ഉദ്ദേശിച്ചത് മനു അഭിഷേക് സിംഗ്വി കോടതിയിൽ പറഞ്ഞൊരു പ്രസ്താവനയ്ക്ക് കൃത്യമായ മറുപടിയാണ്. മുൻ ദേവസ്വം പ്രസിഡന്റായിരുന്ന പ്രയാർ ഗോപാലകൃഷ്ണന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ കൂടിയാണ് മനു അഭിഷേക് സിംഗ്വി. അദ്ദേഹമാണ് അങ്ങനെ ഒരു പരാമർശം കോടതിയിൽ നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് അതിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നത്. എനിക്ക് തോന്നുന്നില്ല. ഞാനിവിടെ സ്റ്റുഡിയോയിലും നമ്മളെല്ലാവരും ഇതിൽ ചർച്ചയിലല്ലേ ഉള്ളത്. നമ്മളാരും കോടതിക്കകത്ത് ഉണ്ടായിരുന്നില്ലല്ലോ. അദ്ദേഹം വിശ്വാസത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഹിന്ദു രാഷ്ട്ര കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം പരാമർശിച്ചേ ഉണ്ടാവില്ല. ഉണ്ടായതിന് തെളിവ് അദ്ദേഹം പറഞ്ഞു ഹിന്ദു രാഷ്ട്രവാദത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പരാമർശിക്കാത്ത കാര്യത്തെക്കുറിച്ച് വെറുതെ ഇങ്ങനെ ചർച്ചയ്ക്ക് എന്ത് ഭൂഷണമാണ് ഉള്ളതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതിന്റെ ഒരു വീക്ഷണമാണ് ശ്രീ വേണുഗോപാലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അതേ തന്നെ അതിന് മറുപടി നൽകും. അതിന് മറുപടിയും വേണുഗോപാലിന്റെ ഭാഗത്ത് ശരിയാണ്. അതെ ശ്രീ വേണുഗോപാൽ, ഈ ഹിന്ദുമത രാഷ്ട്രവാദത്തിലേക്ക് ഇത് എത്തിച്ചേരാൻ വേണ്ടിയിട്ടുള്ള പടിയൊരുക്കുകയാണ് എന്ന് ഞാൻ പറഞ്ഞത്. എന്താ കാര്യം എന്ന് വെച്ചാൽ, വിശ്വാസമാണ് നിയമവ്യവസ്ഥയ്ക്ക് മുകളിൽ നിൽക്കേണ്ടത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മതവിശ്വാസത്തിന് നിയമവ്യവസ്ഥ അല്ലെങ്കിൽ ഭരണഘടന അല്ലെങ്കിൽ ഭരണകൂടം കീഴ്പ്പെടണം എന്നാണ്. അങ്ങനെ ഭരണകൂടം അല്ലെങ്കിൽ ഭരണഘടന നിയമവ്യവസ്ഥ വിശ്വാസത്തിന് ഞാൻ പറഞ്ഞു കഴിച്ചോട്ടെ, മനുഷ്യ അവിടെ മിണ്ടാതിരി, ഞാൻ പറഞ്ഞു കഴിക്കട്ടെ, പറഞ്ഞു കഴിയട്ടെ, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. അല്ല, നിങ്ങൾ പറഞ്ഞപ്പോ ഞാൻ മിണ്ടാതിരുന്നു. മര്യാദക്ക് ഇരിക്കുക. ഒരു മര്യാദ കാണിക്കും, ചർച്ചയുടെ മര്യാദ കാണിക്കും. വരട്ടല്ലേ വെറുതെ. അങ്ങനെ മര്യാദ ലംഘിച്ചിട്ടില്ല. അപ്പോ ആ തരത്തിൽ വിശ്വാസത്തിന് കീഴ്പ്പെട്ടാണ് ഇന്ത്യയുടെ ഭരണവ്യവസ്ഥ നിലനിൽക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഭൂരിപക്ഷ മതവിശ്വാസം ഹിന്ദു മതവിശ്വാസമാണ്. മുസ്ലിമിന് വിശ്വാസമുണ്ട്, ക്രിസ്ത്യാനിക്ക് വിശ്വാസമുണ്ട്, ഒക്കെ ശരി തന്നെ. പക്ഷേ വിശ്വാസത്തിന് കീഴ്പ്പെടുക എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷത്തിന്റെ വിശ്വാസത്തിന് കീഴ്പ്പെടുക എന്ന അവസ്ഥയിലേക്ക് ഇന്ത്യൻ ഭരണകൂടവും ഇന്ത്യൻ ഭരണവ്യവസ്ഥയും പടിപടിയായി മാറുന്നതിനുള്ള അവസ്ഥാവിശേഷം ഈ വിധി ഉണ്ടാക്കും. അങ്ങനെ ഒരു വിധി പറഞ്ഞാൽ, മനു അഭിഷേക് സിംഗ്വിയുടെ വാദം കേട്ടാൽ, അതിന്റെ അടിസ്ഥാനത്തിൽ വിധി പ്രഖ്യാപിച്ചാൽ, ആ വിധിയുടെ ഭാഗമായി ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കി തീർക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് അത് അതിന്റെ ആദ്യത്തെ പടിയായിരിക്കും അത് എന്നാണ് ഞാൻ പറഞ്ഞത്. അത് തന്നെയാണ് ശ്രീ പുരുഷോത്തമൻ മറുപടി പറയാനുള്ള അവസരമാണ്. ഭരണഘടനാ തത്വങ്ങൾ പൊളിച്ചെഴുതുന്ന ഒരു നിലയിലേക്കാണ് കാര്യങ്ങൾ അതിന്റെ ഒരു നീക്കത്തിന്റെ ഭാഗമായി എന്ന് തന്നെയാണ് ഈ നിരീക്ഷകർ കാണുന്നത്. അതിന്റെ ഭാഗമായാണ് പുനഃപരിശോധനാ ഹർജികൾ കോടതിയിൽ എത്തിയിരിക്കുന്നത്. അത്തരം വാദങ്ങൾ തന്നെയാണ് കോടതിയിൽ മുന്നോട്ട് നീങ്ങുന്നത് എന്നുള്ളതാണ് നിരീക്ഷണം. യാതൊരു വിരോധമില്ല.
എനിക്ക് അദ്ദേഹത്തോട് വ്യക്തിപരമായിട്ട് യാതൊരു വിരോധമില്ല. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ വിശ്വാസം എല്ലാം കൂടെ ഭരണഘടനയിലാണ്, ഭരണഘടനയ്ക്ക് മുകളിലാണ് വിശ്വാസം എന്ന് അഭിഷേക് സിംഗ് കോടതി പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അല്ലാതെ വേണുഗോപാൽജിയോട് എനിക്ക് യാതൊരു വ്യക്തിവിദ്വേഷവും ഇല്ല. എന്തെങ്കിലും സർക്കാരിന്റെ വാദം അവിടെ പൂർത്തിയായിരിക്കുന്നു. സർക്കാർ ഇക്കാര്യത്തിൽ കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. വിധി പുനഃപരിശോധിക്കേണ്ട കാര്യമില്ല എന്നുള്ള കാര്യമാണ് സർക്കാർ പറഞ്ഞത്. അവിടെ ഉണ്ടായ സംഘർഷങ്ങളൊന്നും ഗൗനിക്കേണ്ട കാര്യമില്ല. ഭരണഘടനയുമായി ബന്ധപ്പെട്ട് കോടതി വിധിയുമായി ചേർത്ത് വായിക്കുമ്പോൾ അത്ര ഗൗരവമായ കാര്യങ്ങളല്ല അത്തരം കാര്യങ്ങൾ എന്നുള്ള നിലയിലാണ് സർക്കാരിന്റെ അഭിഭാഷകൻ കാര്യങ്ങൾ കോടതിയെ ബോധിപ്പിച്ചത്. ഇതിനെന്ത് മറുപടിയാണ്, എന്ത് വാദമാണ് BJPക്ക് പറയാൻ മറുവാദമായി ഉന്നയിക്കാനുള്ളത്? ശ്രീ പുരുഷോത്തമൻ, അഭിഷേക് സിംഗ് കോടതിക്കുള്ളിൽ എന്താ പറഞ്ഞതെന്ന് നമ്മൾ ആരും കേട്ടില്ല ആനന്ദേ. പിന്നെ അതിനെക്കുറിച്ച് അങ്ങനെ ആയിരിക്കും പറഞ്ഞിരിക്കുന്ന ഊഹാപോഹങ്ങൾക്ക് അടിസ്ഥാനത്തിൽ ഞാനെങ്ങനെ മറുപടി പറയും? പ്രയാർ ഗോപാലകൃഷ്ണന് വേണ്ടിയിട്ട് ഹാജരായ കോൺഗ്രസ് നേതാവായിട്ടുള്ള വക്കീല് അഭിഷേക് സിംഗ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുമോ ഇല്ലയോ എന്ന് നമുക്ക് ആർക്കും അറിയില്ല. ഞാൻ കേട്ടിട്ടില്ല, നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലെന്നാണ് എന്റെ വിശ്വാസം. അതിന് ഞാനെങ്ങനെ മറുപടി പറയും? BJP അങ്ങനെ മറുപടി പറയും? നിലപാടുകൾ വ്യക്തമാണ്. ഇപ്പോൾ CP സുഗതനിലേക്ക് പോകുന്നു. ഈ ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ കൂടി കേട്ടല്ലോ. BJPയുടെ രാഷ്ട്രീയപരമായ നയങ്ങൾ, നിലപാടുകൾ, അതിനെതിരെ വിമർശനങ്ങൾ ഉയരുന്ന ഒരു സാഹചര്യമാണ്. ആ സാഹചര്യങ്ങളെ ശരിവെക്കുന്ന നിലയിലാണ് കോടതിയിലെ നടപടികൾ പുരോഗമിക്കുന്നത് എന്നുള്ളതായിരുന്നു ചർച്ച. ആ തലത്തിൽ നോക്കുമ്പോൾ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്ന ഒരു അവസരങ്ങൾ അത് തുടരുകയാണ്. ഇലക്ഷൻ കാലഘട്ടത്തിലേക്ക് വരെ ഇത്തരം കാര്യങ്ങൾ നീട്ടിക്കൊണ്ട് പോകും എന്നതിനപ്പുറത്തേക്ക് വിധി മാറ്റിവെക്കാനോ വിശ്വാസം സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് പുതിയൊരു ആശയം കോടതിയിൽ ഉയർത്തി കാണിക്കുന്നതിനോ കഴിയാത്ത ഒരു സാഹചര്യം. ഈ സാഹചര്യത്തിൽ ഇതിനെ രാഷ്ട്രീയമായി കൂടി നിരീക്ഷിച്ചാൽ എങ്ങനെ വിലയിരുത്തും? സുഗതൻ, എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഈ BJP അതുപോണക്ക് സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ ഇത് ആർഷഭാരതത്തിൽ ഒരു വലിയ വിശ്വാസം, ഞാൻ ഉൾപ്പെടെയുള്ളവർ വിശ്വസിക്കുന്നു എന്ന് പറയും. പക്ഷേ ആർഷഭാരത സംസ്കാരത്തിൻ്റെ നടത്തിപ്പിനെ പറ്റി അല്ലെ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനെ പറയുമ്പോൾ അവർ പ്രായോഗികമായിട്ട് അതിനെ എതിർക്കും. ഒറ്റ കാര്യം ഞാൻ ബഹുമാനപ്പെട്ട പുരുഷോത്തമൻ്റെ മുന്നിൽ ചൂണ്ടിക്കാണിക്കുകയാണ്. ഭഗവാന് കൃഷ്ണന് അർജുനോട് ഗീത ഉപദേശിച്ചു കഴിഞ്ഞ്, അർജുന നിനക്കിതൊക്കെ നിന്റെ ബുദ്ധി അനുസരിച്ച് നീ വിവേചിച്ച് സ്വയം തീരുമാനിച്ചോണം, അല്ലെങ്കിൽ അത് ശരിയാണെന്ന് തോന്നുവാണെങ്കിൽ മാത്രം സ്വീകരിച്ചാൽ മതിയെന്ന് പറഞ്ഞ ഭാരതീയ സംസ്കാരമാണ് നമുക്കുള്ളത്. അപ്പം നമ്മുടെ ഒരു വിശ്വാസത്തെ സുപ്രീം കോടതി പോലുള്ള ബഹുമാനപ്പെട്ട ഒരു കോടതി വിചിന്തനം ചെയ്യുന്നത്, അത് വിശകലനം ചെയ്യുന്നത് എങ്ങനെ തെറ്റാകും എന്നാണ് ഞാൻ ചോദിക്കുന്നത്. പിന്നെ നമ്മളൊരു സെമിറ്റിക് മതമൊന്നുമല്ല. സെമിറ്റിക് മതങ്ങൾക്ക് കുറച്ചുകൂടെ ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂളുകളുണ്ട്. പക്ഷെ നമ്മൾക്കങ്ങനെയല്ല. നമ്മൾ വൈവിധ്യത്തിൻ്റെ ഒരു വലിയ പ്രതീകമാണ് ഭാരതീയ സംസ്കാരം. അപ്പോൾ ഈ ഭാരതീയ സംസ്കാരത്തിൻ്റെ വൈവിധ്യത്തെ നമ്മൾ എവിടെയെങ്കിലും വിശകലനം ചെയ്തിട്ട് അത് തെറ്റാണ് ഇത് തെറ്റാണ് എന്ന് പറയുന്നതിൽ ഒരു കുഴപ്പമില്ല. അതുകൊണ്ടാണല്ലോ നമ്മൾ പറഞ്ഞത് യുക്തിവാദികൾ കോടതിയിൽ തുടർവാദങ്ങൾ ആരംഭിക്കും. ഒരു സെക്കൻഡ് കൂടെ പറഞ്ഞിട്ട്, ഞങ്ങളും ഒക്കെ വിശ്വാസികളാണ്. പക്ഷെ യുക്തിവാദികളുടെ യുക്തിക്കനുസരിച്ചുള്ള വിശ്വാസത്തെ അല്ല നമ്മൾ കൊണ്ടുപോകുന്നത്. ഭരണഘടനാ തത്വങ്ങൾക്കനുസരിച്ചുള്ള യുക്തിക്കാണ് ഞങ്ങൾ, ആ യുക്തിക്ക് കീഴ്പ്പെട്ടിട്ടാണ് നമ്മുടെ വിശ്വാസം പോകേണ്ടത്. യുക്തിവാദികളുടെ യുക്തിക്കനുസരിച്ചുള്ള വിശ്വാസത്തെ നമ്മൾ എതിർക്കണം. അപ്പൊ ഈ ഒരു പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. കോടതിയിൽ ഉയർന്ന വാദങ്ങളിലുള്ള അഭിപ്രായങ്ങൾ, നിരീക്ഷണങ്ങളാണ് വന്നത്. കോടതിയിൽ എന്തായാലും തുടർവാദങ്ങൾ തുടരുകയാണ്. സർക്കാരിനെ വിധി അനുകൂലിക്കുന്നവരുടെ വാദം അല്പസമയത്തിനകം കോടതിയിൽ ആരംഭിക്കും. വാർത്തകളിലേക്ക്, വിശകലനങ്ങളിലേക്ക് ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വിവരങ്ങളുമായി ആനന്ദ് ചേരുന്നതാണ്. നമസ്കാരം. ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ച് വിശദമായ പരിശോധന സുപ്രീം കോടതിയിൽ നടക്കുന്നു. എല്ലാവരും വളരെ കാത്തിരിക്കുന്ന നിർണായകമായ ചില വാർത്തകൾ, അതിൻ്റെ തീരുമാനങ്ങളിലേക്കാണ് പീപ്പിൾ TV വീണ്ടും പരിശോധന കൊണ്ടുപോകുന്നത്. പുരുഷോത്തമൻ ഏതായാലും രാവിലെ മുതൽ നമ്മുടെ ചർച്ചാ പാനലിൽ ഉള്ളയാളാണ്. ഏറ്റവും ഒടുവിൽ ലഭിച്ച ചില വിവരങ്ങൾ കൂടി താങ്കളിലേക്ക് പങ്കുവച്ചുകൊണ്ട് ഈ ചർച്ച തുടരാം എന്ന് കരുതുന്നു. ലീഗലി ഇറതായ ഒരു കാര്യവും ഈ വിധിക്ക് മേൽ ചൂണ്ടിക്കാണിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഈ സമയത്തിനുള്ളിൽ നിയമവിദഗ്ധരുമായി കൂടി സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അതായത് സുപ്രീം കോടതിക്ക് മുന്നിൽ ഭരണഘടനയെ അടിസ്ഥാനമാക്കി സുപ്രീം കോടതി എടുത്ത ശബരിമല യുവതീ പ്രവേശം എന്ന വിധി അതിനെ തെറ്റാണ് എന്നും പുനർപരിശോധിക്കുന്നതിന് വേണ്ടിയുള്ള സാധ്യത തുറക്കുന്ന നിലയിൽ ലീഗലി ഇററായി ഒരു കാര്യവും ഇതുവരെയും കോടതിക്ക് മുന്നിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന നിലയിൽ തന്നെയാണ് കാര്യങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. പുരുഷോത്തമൻ,
കേൾക്കുന്നില്ല. പുരുഷോത്തമൻ കേൾക്കുന്നില്ല. ശരി, ടെലിഫോണിലുള്ള പ്രശ്നമാണ്. അതായത് വേണുഗോപാലിലേക്ക് തന്നെ എത്താം. ശ്രീ വേണുഗോപാൽ, നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമാണ് ഞാനിപ്പോൾ സൂചിപ്പിച്ചത്. നിയമവിദഗ്ധരുമായി സംസാരിക്കുമ്പോൾ ഒരു സാധ്യതകളും പുനർപരിശോധനയ്ക്ക് വേണ്ടി ഭരണഘടനാപരമായി വാദം കൃത്യമായി നടന്നിട്ടുണ്ട്. റിവ്യൂയിലേക്ക് പോകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്ന നിലയിലുള്ള ആക്ച്വലായ ലീഗൽ ഇറേഴ്സ് ഒന്നും ചൂണ്ടിക്കാണിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് ഇനി എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ അതിനെ അത്ഭുതങ്ങൾ എന്ന നിലയിൽ തന്നെയാണ് നിരീക്ഷകർ ഞങ്ങളോട് ഇപ്പോൾ സംസാരിക്കുമ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ വിവരം. അല്ല, അപ്പൊ ഈ ഉച്ചവരെ നടന്നത് ഈ റിവ്യൂ വേണം എന്നാവശ്യപ്പെടുന്നവരുടെ വാദമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതെ, സർക്കാരിന്റെ വാദവും കഴിഞ്ഞു. അതെ, ഇനി മറ്റേ പരാതി കൊടുത്ത യങ് ലോയേഴ്സ് അസോസിയേഷന്റെ വാദം കേൾക്കാനുണ്ട്. അതെ. അപ്പോ നടന്നിടത്തോളം വാദത്തിൽ ഇതുവരെ നിയമപരമായി തെറ്റ് അല്ലെങ്കിൽ വസ്തുതാപരമായി തെറ്റ് എന്ന് പറയാവുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ സുപ്രീം കോടതിക്ക് മുമ്പിൽ ബോധിപ്പിക്കപ്പെട്ടിട്ടില്ല എന്നാണ് മനസ്സിലാക്കിയത്. അല്ലെ? അങ്ങനെയാണ് മനസ്സിലാക്കിയത്. അത് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. അതാണ് സ്ഥിതി എങ്കിൽ സുപ്രീം കോടതി ഈ വിധി റിവ്യൂ ചെയ്യാൻ ഇടയില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. എന്താ കാര്യം എന്ന് വെച്ചാൽ, റിവ്യൂ നടത്തണമെങ്കിൽ ഒന്നുകിൽ വസ്തുതാപരമായ തെറ്റ് അല്ലെങ്കിൽ നിയമപരമായ തെറ്റ്, ഇത് രണ്ടിലൊന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി കഴിയണം. മുമ്പ് വാദിച്ച അതേ കാര്യങ്ങൾ, മുമ്പ് ഉന്നയിച്ച അതേ വാദമുഖങ്ങൾ ഇനി ഉന്നയിച്ചിട്ട് യാതൊരു കാര്യമില്ല. പുതിയതായി പറയാനുള്ളത് എന്ന് പറയുമ്പോൾ ഈ 4 പേര്, 5 പേര്, അതിൽ 4 പേരുടെ ഭൂരിപക്ഷ വിധി, ആ ഭൂരിപക്ഷ വിധിയിൽ വസ്തുതാപരമായ തെറ്റോ നിയമപരമായ തെറ്റോ ചൂണ്ടിക്കാണിക്കപ്പെട്ടാൽ മാത്രമാണ് റിവ്യൂ നടത്തുക. അല്ലാതെ ഈ വിധിച്ച വിധി മുഴുവൻ റിവ്യൂവിൽ തിരുത്തേണ്ട കാര്യമില്ല. വസ്തുതാപരമായോ നിയമപരമായോ തെറ്റുണ്ടെങ്കിൽ മാത്രമാണ് റിവ്യൂ നടത്തുക. അപ്പോൾ ഇതുവരെ റിവ്യൂ നടത്തേണ്ട വാദമുഖങ്ങൾ ഒന്നും തന്നെ എതിർകക്ഷികളുടെ അല്ലെങ്കിൽ ഇത് റിവ്യൂ നടത്തണമെന്നാവശ്യപ്പെട്ടവരുടെ 51 പേരുടെ വാദമുഖങ്ങളിൽ നിന്ന് ഉയർന്നു വന്നിട്ടില്ല എങ്കിൽ സ്വാഭാവികമായും നിലനിൽക്കുന്ന കോടതി വിധി, സുപ്രീം കോടതി വിധി അതേപടി നിലനിർത്താനാണ് സാധ്യത എന്നാണ് പറയാൻ പറ്റുക. അത്ഭുതങ്ങൾ ഒന്നും തന്നെ സംഭവിച്ചില്ല എങ്കിൽ. ഇത് എന്ന് വെച്ചാൽ മറ്റേ ജഡ്ജിമാർക്ക് മനസ്സ് മാറി അങ്ങനെ വല്ല മാറ്റം ഉണ്ടാവുമോ എന്ന കാര്യം നമുക്ക് അറിഞ്ഞൂടാ, എന്താ സംഭവിക്കാന്ന് അറിഞ്ഞൂടാ. എന്തായാലും കേട്ടയിടത്തോളം വെച്ച് ഈ റിവ്യൂ പെറ്റീഷൻ തള്ളിക്കളയാനാണ് സാധ്യത എന്നാണ് തോന്നുന്നത്. അതെ, തീർച്ചയായും. CP സുഗതൻ, താങ്കളും ഈ ചർച്ചയുടെ ആദ്യഘട്ടം മുതൽ നമ്മളോടൊപ്പം ഉള്ളതാണ്. ഒരുപക്ഷെ ആദ്യഘട്ടത്തിൽ സുപ്രീം കോടതി യുവതീ പ്രവേശന വിധി അംഗീകരിക്കുമ്പോൾ, യുവതികൾക്ക് ശബരിമലയിൽ പോകാം എന്ന് തീരുമാനിക്കുമ്പോൾ, ഹിന്ദു പാർലമെന്റിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് വളരെ ശക്തമായ ഒരു പ്രതിഷേധം, അതിന്റെ ഒരു സ്വരം ഉണ്ടായിരുന്നു, താങ്കളടക്കം എന്ന് ആണ് മനസ്സിലാക്കിയിട്ടുള്ളത്. പിന്നെ അതിനുശേഷം നിങ്ങളടക്കം മനസ്സിലാക്കുന്നത് ഭരണഘടനയെ അട്ടിമറിക്കുന്ന നിലയിലേക്ക് ചില ആളുകൾ കാര്യങ്ങളെ കൊണ്ടുപോകുന്നു, അത് അപകടമാണ് എന്ന തിരിച്ചറിവിൽ എനിക്ക് തോന്നുന്നു ആ പോയിന്റ് മുതൽ വളരെ ശക്തമായി നിങ്ങൾ പറയാൻ ശ്രമിച്ചത് ഭരണഘടന തന്നെയാണ് ഈ രാജ്യത്ത് സംരക്ഷിക്കപ്പെടേണ്ടത് എന്നാണ്. ആ മാനസിക നിലയിലേക്ക് കാര്യങ്ങൾ പോകേണ്ടതില്ല. ഇത് പല രാഷ്ട്രീയ കക്ഷികളും അതിനെ വല്ലാതെ ദുരുപയോഗം ചെയ്തു എന്ന സ്ഥിരീകരണം, അതിന്റെ തിരിച്ചറിവ് കേരളത്തിനോട് സംവദിക്കാൻ നിങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ബാധ്യതയില്ലേ ഈ ഘട്ടത്തിൽ? തീർച്ചയായിട്ടും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഹിന്ദു പാർലമെൻറ്റിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് ഞാൻ. ഞങ്ങളുടെ ഈ അപ്പെക്സ് ബോഡിയിൽ ഏകദേശം 104ഓളം ഹിന്ദു സമുദായ സംഘടനകളുണ്ട്. ഭക്തരിൽ ഒരു 90% കൂടുതലും 99% ഈ ഹിന്ദു സമുദായ സംഘടനകളിലെ അംഗങ്ങളാണ്. അപ്പോൾ ഈ വിധി വന്നു കഴിഞ്ഞപ്പോൾ ഭക്തരുടെ മനസ്സിൽ ആശങ്കകളുണ്ടായി, അവർ വിശ്വാസികൾ, അവർക്ക് ദുഃഖമുണ്ടായി, പല വീടുകളിലും സ്ത്രീജനങ്ങൾക്ക് പ്രത്യേകിച്ച് ദുഃഖമുണ്ടായി. അപ്പം നമ്മൾ ഈ വിഷയം തുടക്കത്തിൽ ചർച്ച ചെയ്തിരുന്നത് സംഘപരിവാർ ഇതിന് അനുകൂലമാണല്ലോ. സംഘപരിവാറിൻ്റെ നേതൃത്വം അത് വിധി വരുന്നതിന് മുമ്പ് തന്നെ സംഘപരിവാർ നാഗപ്പൂരിലെ സമ്മേളനത്തിന് അനുകൂലമായിരുന്നു. വിധി വരുന്നതിന് മുമ്പ് രാജേട്ടനെ പോലുള്ള ബഹുമാനപ്പെട്ട വ്യക്തികൾ അനുകൂലം പ്രകടിപ്പിച്ചു, സുരേന്ദ്രന്, ശശികല ടീച്ചർ. അപ്പോൾ ഇവരെല്ലാം അനുകൂലമായ സ്ഥിതിക്ക് ഭക്തർക്ക് ദുഃഖമുണ്ടെങ്കിലും നമ്മൾക്ക് ഇതിനുള്ള വഴി എന്താണ്, ഇതിൻ്റെ ഭരണഘടനാപരമുള്ള സാധ്യത എന്താണ്, ഇതിനെപ്പറ്റി വലിയ ചർച്ചകൾ നടത്തി കഴിഞ്ഞപ്പോൾ അപ്പോൾ ഭക്തരുടെ വികാരം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് സർക്കാരുമായിട്ട് നമ്മൾ ചർച്ച നടത്തി. ആ ചർച്ചയിൽ സർക്കാരിൻ്റെ നിലപാടിൽ ഉറച്ചു നിന്നു. കാരണം ഭരണഘടനാ ബാധ്യതയനുസരിച്ച് സർക്കാരിന് ഈ യുവതീ പ്രവേശനം സുപ്രീം കോടതി വിധിച്ചതിൻ്റെ കൂട്ട് നടപ്പാക്കിയാലേ പറ്റത്തുള്ളൂ. അപ്പോൾ സർക്കാരിനെ ഞങ്ങൾ തെറ്റ് പറഞ്ഞില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഈ കേരളത്തിലുള്ള രാഷ്ട്രീയ നേതാക്കൾ പറ്റിക്കുകയാണ് ചെയ്തത്. അദ്ദേഹവും NSSും മാത്രമേ ഉള്ളൂ നിലപാട് മാറ്റാഞ്ഞത്. NSS നിലപാട് മാറ്റിയിട്ടില്ല.
വളരെ സത്യസന്ധമായിട്ടാണ്, നമ്മൾക്കിനി അനുകൂലിക്കുകയോ എതിർക്കുകയോ ചെയ്തോട്ടെ, അദ്ദേഹവും നിലപാട് മാറ്റിയിട്ടില്ല. അപ്പൊ ഭക്തരുടെ ഭാഗം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ CPM-ഉം കോൺഗ്രസും BJP ഇതിലേക്ക് വരരുത്, ഞങ്ങൾ ഭക്തരുടെ കാര്യം സർക്കാരും കോടതിയുമായിട്ട് ചർച്ച ചെയ്തിട്ട് മുന്നോട്ട് പോകാം. അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ തുലാമാസ പൂജയ്ക്ക് അവിടെ പോയത്. അവിടെ പോയപ്പോഴേ പറഞ്ഞു ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ഇതിൻ്റെ അകത്തിലെ മുതലെടുപ്പിന് വന്നാൽ ഞങ്ങൾ പിന്മാറും. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. സർക്കാരിന് ഭക്തരോട് വലിയ മമതയുണ്ടായിരുന്നു. ഭക്തർക്കെതിരല്ല സർക്കാർ. എല്ലാ രീതിയിലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നമ്മൾക്ക് വേണ്ട കാര്യങ്ങൾ ഭക്തരുടെ കാര്യങ്ങൾക്ക് ചെയ്തു തരാമെന്ന് പറഞ്ഞപ്പോഴാണ് ഈ പൊളിറ്റിക്കൽ മുതലെടുപ്പ് നടന്നത്. ആ പൊളിറ്റിക്കൽ മുതലെടുപ്പ് നടക്കുന്നത് തന്നെ ഒരു പാരാത്രിക്ക് എണീറ്റ് നടക്കുകയാണ്. പന്തളത്ത് NSSന്റെ നേതൃത്വത്തിലും തിരുവനന്തപുരത്ത് ഹിന്ദു പാർലമെന്റിന്റെ നേതൃത്വത്തിലും ഭക്തർ സംഘടിച്ച് അവരുടെ വികാരം പ്രകടിപ്പിക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോഴേ ഇതിൽ നിന്ന് നമുക്ക് വോട്ടുണ്ടാക്കി കേരളത്തിൽ ഒരു MPയെ ഉണ്ടാക്കാം, MLA ഉണ്ടാക്കാമെന്ന് തോന്നിയതാണ് ഈ പ്രശ്നങ്ങൾക്ക് BJPക്കും അല്ലെങ്കിൽ സംഘപരിവാറിനും തോന്നിയതാണ് ഈ കുഴപ്പമുണ്ടായത്. ഇല്ലെങ്കിൽ ഇത്രയും വലിയ ഒരു മാനസിക സംഘർഷത്തിലേക്ക് ഈ പ്രശ്നം പോകില്ലായിരുന്നു. ഇപ്പൊ സുപ്രീം കോടതിയിൽ തന്നെ റിവ്യൂ ഹർജി കൊടുക്കാൻ താല്പര്യമുള്ളവർ കൊടുക്കാമായിരുന്നു. കേരളീയ സമൂഹം കഴിഞ്ഞ ഒരു 4 മാസം കൊണ്ട് അനുഭവിച്ചിട്ടുള്ള മാനസിക സമ്മർദ്ദത്തിന് പ്രധാനപ്പെട്ട കാരണം ഇവിടുത്തെ പൊളിറ്റിക്കൽ മുതലെടുപ്പിന് ചില ശക്തികൾ ശ്രമിച്ചു എന്നുള്ളതാണ്. ഇനി അടുത്തത്, ഞങ്ങൾ നിലപാട് ഇന്നും മാറ്റിയിട്ടില്ല. ഭക്തർക്ക് ഞാൻ മുമ്പേ പറഞ്ഞതിലോട്ട് യുക്തിവാദികൾക്ക് അടിപ്പെടുന്ന ഭക്തരല്ല ഞങ്ങൾ. പക്ഷെ ഞങ്ങൾ ഭരണഘടനയ്ക്ക് അടിപ്പെടുന്ന ഭക്തരാണ്. ഭരണഘടന എന്താണോ പറയുന്നത് അത് 100% സ്വീകരിക്കും. ഇപ്പൊ സുപ്രീം കോടതി നേരത്തെയുള്ള വിധി തന്നെയാണ് പ്രകടിപ്പിക്കുന്നതെങ്കിൽ കേരളത്തിലെ ഹൈന്ദവ ജനത അല്ലെങ്കിൽ ഭക്തര് അവരത് സ്വീകരിച്ചേ മതിയാവും. അത് സ്വീകരിക്കാൻ നമുക്ക് രാജ്യമാണ് വലുത്. ശ്രീ വേണുഗോപാൽ, അവിടെയാണ് ആ ചോദ്യം പ്രസക്തമാകുന്നത്. KP ശശികല ഈ ബിന്ദുവും കനകദുർഗയും സന്നിധാനത്ത് ദർശനം നടത്തിയപ്പോഴാണെന്ന് തോന്നുന്നു അവർ ഉപയോഗിച്ച വാക്കുകൾ ഇതാണ്: ദൈവത്തിന്റെ മനസ്സിന് വേദന ഉണ്ടായിരിക്കുന്നു, എല്ലാവരുടെയും മനസ്സ് ഇടിഞ്ഞിരിക്കുന്നു, ഇനി ഈ നാട്ടിൽ എന്തും നടക്കാം. ഇതാണ് ആദ്യ പ്രതികരണം. KP ശശികലയെ പോലുള്ള ആളുകൾ ഈ വിധി നിലനിൽക്കുകയാണെങ്കിൽ, ശബരിമല യുവതീ പ്രവേശം എന്ന വിധി നിലനിൽക്കുകയാണെങ്കിൽ ഇനി പഴയ നിലപാട് RSSO സംഘപരിവാർ പ്രസ്ഥാനങ്ങളോ കേരളത്തിൽ എടുക്കുമെന്ന് തോന്നുന്നില്ല. പതിയെ അതുമായി യോജിച്ച് വരുന്ന നിലയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകാനാണ് സാധ്യത. പക്ഷേ വലിയ അർത്ഥത്തിൽ തീർച്ചയായും മാനസികമായി വിഭജിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വലിയ ശ്രമം നടന്നതായി എല്ലാ നിലയിലും നിരീക്ഷകർ കണ്ടതാണ്. മാധ്യമങ്ങളും അത് റിപ്പോർട്ട് ചെയ്തതാണ്. ആ നിലയിലേക്ക് ശബരിമല വിഷയത്തെ കൊണ്ടുപോകേണ്ടതില്ല എന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ ആവശ്യപ്പെടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ വരുന്ന നിലയിലേക്ക് പൊതുസമൂഹത്തിൽ കാര്യങ്ങൾ പോയി. എന്ത് ജാഗ്രതയാണ് കേരളത്തിന്റെ ഭരണകൂടം ഇക്കാര്യത്തിൽ തുടരേണ്ടത് ഈ വിധി തുടരുമെങ്കിൽ? ഈ വിധി തുടരുമെങ്കിൽ മുമ്പ് ഇതിനനുകൂലമായി അല്ലെങ്കിൽ ഇതിനെതിരായി നിലപാടെടുത്ത ആളുകളൊക്കെ തന്നെ അവിടെ തന്നെ ഉറച്ചു നിൽക്കും എന്ന് പറയാൻ കഴിയില്ല. കാരണം അതിൻ്റെ പിന്നിൽ ഒരു രാഷ്ട്രീയം ഉണ്ടായിരുന്നു. രാഷ്ട്രീയം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാർ മുഴുവൻ അവിശ്വാസികളാണ്, നിരീശ്വരവാദികളാണ്. ഈ അവിശ്വാസികളുടെ ഗവൺമെന്റ് ശബരിമലയെ തകർക്കാൻ ശ്രമിക്കുകയാണ് എന്ന മട്ടിലാണ് അന്ന് പ്രചാരവേല നടത്തിയത്. കുറച്ച് ഏശിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. പക്ഷേ സുപ്രീം കോടതി പോയി ആദ്യം വിധി വന്നു, ആ വിധിക്കെതിരായി റിവിഷൻ പോയതിന് ശേഷവും സുപ്രീം കോടതി അതേ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് എങ്കിൽ ഇനി ഇത് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന അവസ്ഥയിലേക്ക് പതുക്കെ ഇവർക്കൊക്കെ തന്നെ എത്തിച്ചേരേണ്ടി വരും എന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല. എന്ന് വെച്ചാൽ സുപ്രീം കോടതിയിൽ പോയി പറയാനുള്ളത് പറഞ്ഞു, വീണ്ടും പറയാനുള്ളതൊക്കെ പറഞ്ഞു, പുതിയ കാര്യങ്ങളുണ്ടെങ്കിൽ അതും പറഞ്ഞു. അതൊക്കെ പറഞ്ഞിട്ടും സുപ്രീം കോടതി പഴയ സ്റ്റാൻഡിൽ തന്നെയാണ് നിൽക്കുന്നത് എങ്കിൽ ഇത് ഇന്ത്യ രാജ്യത്ത് നിയമമായി മാറി എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. ഇതുവരെ പറഞ്ഞിരുന്നത് റിവ്യൂ നിൽക്കണോണ്ട് അത് അന്തിമനയമായിട്ട് കാണേണ്ടതില്ലല്ലോ എന്നാണ്. ആ അന്തിമനയമായിട്ട് കാണേണ്ടതില്ലല്ലോ എന്ന വാദം ഈ ഇന്നോ നാളെയോ അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസമോ സുപ്രീം കോടതി വിധി പറഞ്ഞു കഴിഞ്ഞാൽ അതോടുകൂടി അവസാനിക്കുകയാണ്. അപ്പൊ ഇത് അന്തിമ വാക്കായിട്ട് മാറും. അന്തിമ വാക്കായിട്ട് മാറിയാൽ ഇനി അതിനെ സംബന്ധിച്ച് അത്തരത്തിലൊരു വാദം ഉന്നയിച്ചിട്ട് കാര്യമില്ല. ഇത് പിണറായി വിജയന്റെയോ കേരള സംസ്ഥാന സർക്കാരിന്റെയോ പ്രശ്നമല്ല, സുപ്രീം കോടതി വിധിയുടെ പ്രശ്നമാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ പടിപടിയായി ഇവരൊക്കെ തന്നെ പിന്മാറി പോകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പുരുഷോത്തമൻ, താങ്കൾക്ക് കേൾക്കാം. ഇടയ്ക്ക് ഇതിനൊന്ന് കോമായിട്ടിട്ട് പറയാനുണ്ട്. അതായത് ഇപ്പൊ സുപ്രീം കോടതി സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യാനായിരിക്കും ഇപ്പൊ മണിക്കൂറുകൾക്കുള്ളിൽ വിധി പറയാനുള്ള സാധ്യത. പക്ഷെ അങ്ങനെ വരുമ്പോഴേ പുതിയൊരു വാദം വരും, മോദിയുടെ കോർട്ടിലേക്ക് ഇത് കൊണ്ടുപോകണം എന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്ക് പരിമിതികളുണ്ട്. ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിക്കുള്ള പരിമിതി നമ്മുടെ ഈ ഭാരതം ഇന്റർനാഷണൽ പല ഇതുമായിട്ട് സിഗ്നേറ്ററീസ് ആണ്.
ഇപ്പൊ അന്തർദേശീയ നിയമങ്ങൾക്ക് സിഗ്നറ്ററീസ് ആണ്. ജെൻഡർ ഇക്വാലിറ്റി നടപ്പാക്കണം എന്ന് പറഞ്ഞിട്ട് പല ഐക്യരാഷ്ട്രസഭയുടെ നിയമങ്ങൾക്കും നമ്മൾ സിഗ്നറ്ററിയാണ്. ഒരു കാരണവശാലും മോഡിക്ക് ഈ വിധിയെ മറികടക്കാൻ ഒരു ജല്ലിക്കെട്ട് പോലെ, ഇവിടെ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ടല്ലോ ജല്ലിക്കെട്ട് പോലെ ഒരു വിധി നടപ്പാക്കണം. ഒരിക്കലും പറ്റത്തില്ല. ജല്ലിക്കെട്ട് മൃഗങ്ങളും മനുഷ്യനുമായിട്ടുള്ള ഒരു കളിയുടെ ഒരു സാംസ്കാരിക പശ്ചാത്തലത്തിൽ നിന്നാണ് ഉണ്ടായത്. ജല്ലിക്കെട്ട് പോലെ മോഡിക്ക് ഇങ്ങനെ ഒരു വിധി കൊണ്ടുവരാൻ പറ്റത്തില്ല. നമ്മൾ അന്തർദേശീയ നിയമങ്ങളിൽ ജെൻഡർ ഇക്വാലിറ്റി പാലിക്കാൻ ബാധ്യസ്ഥരാണ്. ഒരു കാരണവശാലും നമ്മൾക്ക് ജെൻഡർ ഇക്വാലിറ്റിക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു നിയമം പാർലമെന്റ് പാസ്സാക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ ഒറ്റപ്പെടും. ഇദ്ദേഹം പറഞ്ഞതിന് ബാക്കിയായിട്ട് ഞാൻ പറയാം. അതെ, ശ്രീ പുരുഷോത്തമൻ, താങ്കളോട് നേരത്തെ ചോദിച്ച ചോദ്യം ആവർത്തിക്കുകയാണ്. ഞങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും പുതിയതായി നിയമവിദഗ്ധരിൽ നിന്ന്, അതായത് സുപ്രീം കോടതിയിൽ വാദം നടക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന അഭിഭാഷകരിൽ നിന്നടക്കം കിട്ടിയ വിവരമാണ് ചോദിക്കുന്നത്. ലീഗലി ഇതുവരെ തെറ്റുകളൊന്നും ഈ വിധിക്കുമേൽ ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല. നമുക്കറിയാം, വളരെ ക്ലിയർ കട്ടാണ് സുപ്രീം കോടതിയുടെ യുവതീ പ്രവേശ വിഷയത്തിലുള്ള വിധി. അത് രാജ്യത്തിന് ബാധകമാകുന്ന വിധിയാണ്. കേരളത്തിലെ ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിധി ആയിരുന്നില്ല. അത് ഭരണഘടനയെ ബേസ് ചെയ്തുകൊണ്ട് ലിംഗസമത്വത്തിന്റെ കാര്യത്തിലടക്കം രാജ്യം പാലിക്കേണ്ട നിയമത്തിലേക്കാണ് സുപ്രീം കോടതി പരാമർശം നടത്തിയത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ എന്നത് ലീഗലി തെറ്റുകളൊന്നും കോടതിക്ക് മുന്നിൽ ചൂണ്ടിക്കാണിക്കാൻ ഇതുവരെ നടന്ന വാദങ്ങളിൽ ആയിട്ടില്ല എന്ന് തന്നെയാണ് പുരുഷോത്തമൻ. എങ്ങനെയാണ് ഇതുമായി നിങ്ങൾ സമരസപ്പെടുക? അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. RSSന്റെയും BJPയുടേതുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ തീർച്ചയായും നിങ്ങൾ പ്രകടിപ്പിക്കും. അതിനകത്ത് രാഷ്ട്രീയം കലർത്തിയിട്ടില്ല എന്ന് ഒരിക്കലും നിങ്ങൾക്ക് വാദിക്കാനും കഴിയില്ല. കൃത്യമായ രാഷ്ട്രീയം കേരളത്തിൽ ഒരു സ്പേസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ശബരിമല ഉപയോഗിച്ചിട്ടുണ്ട്. അത് മാനസികമായി വല്ലാതെ ബാധിച്ച വിശ്വാസികൾ നിരവധിയാണ്. അക്കാര്യത്തിലൊന്നും തർക്കമില്ല. പക്ഷേ സുപ്രീം കോടതി ഭരണഘടനയെ ബേസ് ചെയ്തുകൊണ്ട് ഈ വിധി തുടരാൻ വേണ്ടി പറയുകയാണെങ്കിൽ ഇനിയുള്ള നിങ്ങളുടെ മുന്നോട്ട് പോക്ക് ഇതിനോട് സമരസപ്പെടുന്നതാകുന്നതല്ലേ നല്ലത്? പുരുഷോത്തമൻ, BJPയുടെയോ RSSന്റെയോ മറ്റ് സംഘപരിവാറിന്റെയോ അവസാന വാക്കായിട്ടൊന്നും എൻ്റെ വാക്കുകൾ എനിക്ക് പറയാനുള്ള ത്രാണിയൊന്നുമില്ല. ഞാനൊരു സാധാരണ പ്രവർത്തകൻ എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇത് വിശ്വാസികളെ സംബന്ധിച്ചൊരു അവരെ വികാരത്തെ വ്രണപ്പെടുത്തിയിട്ടുള്ള സംഗതിയാണ്. ഇത് മതമാണോ വലുത്, വിശ്വാസമാണോ വലുത്? മതവും രാഷ്ട്രീയവും, നമ്മളെല്ലാവരും പറയും മതവും രാഷ്ട്രീയവും ഇടകലർത്താൻ പാടില്ല, എല്ലാ രാഷ്ട്രീയക്കാർക്കും പ്രസംഗിക്കും. പക്ഷേ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ, ഇപ്പം മലപ്പുറം ജില്ലയിൽ മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ജില്ലയാണ് മലപ്പുറം ജില്ല. അവിടെ ഏതെങ്കിലും ഒരു ഹിന്ദുവിനെ കൊണ്ടുപോയി ഒരു ക്രിസ്ത്യാനിയെ കൊണ്ട് നിർത്തുന്നില്ല. അതുപോലെ തന്നെ കോട്ടയം ജില്ലയിൽ അതല്ല പ്രശ്നം, അതല്ല ഭരണഘടന ഉയർത്തുന്ന മൂല്യങ്ങളാണ് വലുത്. അതിനോട് യോജിക്കാൻ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം തയ്യാറാകുമോ? കണ്ണടച്ചിരുട്ടാക്കരുത്. അല്ല, കണ്ണടച്ചിരുട്ടാക്കുന്നതല്ല. എന്റെ ചോദ്യം കൃത്യമായിരുന്നു. ഭരണഘടനാപരമായി സുപ്രീം കോടതിക്ക് എടുക്കാൻ കഴിയുന്ന, സുപ്രീം കോടതിയുടെ പരിമിതി ഭരണഘടന മാത്രമാണ്. അതിനോട് ഈ രാജ്യത്തെ പ്രമുഖ രാഷ്ട്രീയ കക്ഷി ഏത് നിലയിൽ സമീപനം എടുക്കുമെന്ന് പറയാൻ താങ്കൾക്ക് കഴിയില്ലെന്ന് പറഞ്ഞാൽ, സുഗതൻ പറഞ്ഞതുപോലെ, ബഹുമാനപ്പെട്ട സുഗതൻ പറഞ്ഞ പോലെ, അല്ലെ, ഞാനൊരു വ്യക്തിയല്ലേ, ഞാനൊരു BJPയുടെ അവസാന വാക്കൊന്നുമല്ലല്ലോ, അല്ല, ഞാൻ RSSന്റെ അവസാന വാക്കൊന്നുമല്ലോ, അല്ല. പക്ഷേ താങ്കൾ BJP പ്രതിനിധീകരിക്കുന്നുണ്ട്, അഭിപ്രായം പറയാമല്ലോ. പ്രിയപ്പെട്ട സുഗതൻ, എന്റെ അഭിപ്രായം ഞാൻ പറയുന്നത്, അത് BJPയുടെ, നിങ്ങൾ BJP എന്താ തീരുമാനിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് BJPയുടെ അവസാനം BJPയുടെ തീരുമാനത്തിനെ കുറിച്ചല്ല പുരുഷോത്തമൻ ചോദിച്ചത്. ഭരണഘടനാപരമായ കാര്യത്തിൽ നിങ്ങളുടെ സമീപനം BJP എന്ത് സ്വീകരിക്കണമെന്നാണ് താങ്കൾ കരുതുന്നത്? എങ്ങനെയാണ് സമൂഹത്തിനോട് സംസാരിക്കുന്നത് ഈ ഘട്ടത്തിൽ എന്നാണ് ചോദ്യം. ഇതൊരു മാറ്റർ ഓഫ് ഫെയ്ത്ത് ആണ്, വിശ്വാസ കാര്യമാണ്. ഇതാണ് അയോധ്യയിലും കാശിയിലും മധുരയിലും എല്ലാം ഉള്ള പ്രശ്നങ്ങൾക്ക് അടിസ്ഥാന കാരണം മാറ്റർ ഓഫ് ഫെയ്ത്ത് ആണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്കാരായ നമുക്കെല്ലാവർക്കും കോൺസ്റ്റിറ്റ്യൂഷനെയും ഇന്ത്യൻ ഭരണഘടനയും അനുസരിക്കേണ്ടതുണ്ട്, അംഗീകരിക്കേണ്ടതുണ്ട്. മതപരമായ കാര്യങ്ങൾ വരുമ്പം ഇന്ത്യക്ക് പുറത്തും പോകും. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടിക്കടന്ന് നമ്മൾ ഇത് ചർച്ച ചെയ്യുമ്പം ഒരു തീരുമാനം എടുക്കുമ്പം സുപ്രീം കോടതിക്ക് ഒരു ദിവസം കൊണ്ട് ഒറ്റ വാക്കൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല. ശരി, താങ്കളിലേക്ക് എത്താം. താങ്കൾ സൂചിപ്പിച്ചതുപോലെ അല്ല, അത്ര നിസ്സാരമായിരുന്നില്ല. 12 വർഷമാണ് നിയമപരമായ പരിശോധനകൾ നടന്നത്. എനിക്ക് തോന്നുന്നത് ഈ വിധി പറയുന്ന ദീപക് മിശ്രയും DY ചന്ദ്രചൂഡുമാണ് ഒരു പക്ഷേ മതപരമായ കാര്യങ്ങളിൽ കൂടി വലിയ അവഗാഹമുള്ള എന്തായാലും നമുക്കിപ്പോ ശരത്ത് ദില്ലിയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നുണ്ട്. ശരത്ത്, എന്തൊക്കെയാണ് വാദം പുനരാരംഭിച്ചിട്ടുണ്ടോ? സർക്കാരിന്റെ വാദം പൂർത്തിയായിട്ടില്ലേ? എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ?
ആനന്ദ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഉച്ചഭക്ഷണത്തിന് ശേഷം ഭരണഘടനാ ബെഞ്ച് വീണ്ടും വാദം കേൾക്കാൻ ആരംഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് വേണ്ടി രാകേഷ് ദ്വിവേദിയാണ് വാദങ്ങൾ ഉന്നയിക്കാൻ വേണ്ടി തുടങ്ങിയിരിക്കുന്നത്. സുപ്രീം കോടതി വിധി ദേവസ്വം ബോർഡ് അംഗീകരിക്കുന്നു എന്നുള്ള ഒരു പരാമർശമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടായിരുന്നത്. അദ്ദേഹം ഒരു വാദം ഒരു കാര്യം പറഞ്ഞ ഘട്ടത്തിൽ ബെഞ്ചിലെ അംഗമായ ജസ്റ്റിസ് സിന്ധു മൽഹോത്ര ചോദിച്ചത് നിങ്ങൾ ഈ വിധിക്ക് എതിരായിരുന്നില്ല എന്നായിരുന്നു. അപ്പോൾ അദ്ദേഹം മറുപടിയായി പറഞ്ഞത് ഞങ്ങൾ ഇപ്പോൾ സുപ്രീം കോടതി വിധിയെ അംഗീകരിക്കുന്നു, അതുകൊണ്ട് തന്നെ നിൽക്കുന്നു എന്നുള്ള ഒരു മറുപടി ആയിരുന്നു രാകേഷ് ദ്വിവേദിയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടായത്. പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ അദ്ദേഹം വാദനിലയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഇതിനെ അനുകൂലിച്ചുകൊണ്ടുള്ള വാദങ്ങളായി അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഒന്ന്, തുല്യത ഇല്ലാതാക്കുന്ന ഏതൊരു ആചാരവും അത് ഭരണഘടനയുടെ 25-ാം അനുച്ഛേദത്തിൽ ലംഘനമാണ് എന്നാണ് രാകേഷ് ദ്വിവേദി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ വേദങ്ങളിലും രേഖകളിലും ഒന്നും തന്നെ ഇത്തരത്തിലുള്ള ഒരു ആചാരം നൂറ്റാണ്ടുകളായി ഇത്തരം ഒരു ആചാരം ഉണ്ടായിരുന്നു എന്ന് നേരത്തെ പുനഃപരിശോധനാ ഹർജികൾ സമർപ്പിച്ചിട്ടുള്ള അഭിഭാഷകരൊക്കെ തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു. എന്നാൽ രേഖകളിലോ പുരാണങ്ങളിലോ അത്തരത്തിലുള്ള ഒരു തെളിവില്ല എന്നുള്ള ഒരു പരാമർശവും ഏതായാലും രാകേഷ് ദ്വിവേദിയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. നേരത്തെ സർക്കാരിന് വേണ്ടി ഹാജരായ ജയദീപ് ഗുപ്തയാണ് ബെഞ്ചിന് മുൻപായി വാദങ്ങൾ ഉന്നയിച്ചത്. ഏതാണ്ട് പ്രധാനപ്പെട്ട 10ഓളം വാദങ്ങളായിരുന്നു അദ്ദേഹം ഈ വിധിയുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ടായിരുന്നത്. ഒന്ന്, വിധിയിൽ പുനഃപരിശോധന ആവശ്യമില്ല എന്നുള്ള ഒരു നിലപാടായിരുന്നു അദ്ദേഹം സർക്കാരിന് വേണ്ടി ഇന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു വാദവും ഹർജിക്കാർക്ക് പുതുതായി ഉന്നയിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. പുനഃപരിശോധന വേണമെന്ന് തെളിയിക്കുന്ന ഒരു വാദവും ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. അതുപോലെ തന്നെ വിധിയുടെ ആധാരം, സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയുടെ ആധാരം അത് തുല്യതയാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കി. അതുപോലെ തന്നെ തുല്യതയാണ് വിഷയം, സ്വത്തുകൂടായ്മയല്ല എന്നുള്ള കാര്യവും കൃത്യമായി പരാമർശിച്ചിട്ടുണ്ട് അദ്ദേഹം. അതുപോലെ തന്നെ ഇത്തരത്തിൽ ആചാര പ്രത്യേകതകളെല്ലാം തന്നെ പരിഗണിച്ചാൽ ഈ ക്ഷേത്രങ്ങളെ പ്രത്യേക വിശ്വാസ ഗണത്തിൽ പെടുത്തേണ്ടുന്ന ഒരു സാഹചര്യം വരും. തിരുപ്പതി അതുപോലെ തന്നെ ജഗന്നാഥ ക്ഷേത്രങ്ങൾ പോലും ഇത്തരത്തിൽ പ്രത്യേക മതവിഭാഗമല്ല എന്ന് കോടതി നേരത്തെ പറഞ്ഞിട്ടുള്ളതായും അദ്ദേഹം വാദത്തിനിടെ നേരത്തെ സർക്കാരിന് വേണ്ടി ഹാജരായ ജയദീപ് ഗുപ്ത ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഭരണഘടനയ്ക്ക് ഇണങ്ങാത്ത ആചാരം ഒരു കാരണവശാലും നിലനിൽക്കരുത് എന്നുള്ള കൃത്യമായ ഭരണഘടന ബോധം ഉയർത്തിപ്പിടിക്കുന്ന ഒരു നിലപാടും സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. വിവേചനം പാടില്ല, ഭരണഘടനയുടെ അടിസ്ഥാനം തന്നെ വിവേചനം പാടില്ല എന്നുള്ളത് തന്നെയാണ്. ക്ഷേത്രപ്രവേശനമാണ് ഏറ്റവും വലിയ അവകാശം എന്നുള്ള ഉൾപ്പെടെയുള്ള കൃത്യമായ വാദങ്ങൾ അർത്ഥസംഖ്യക്കിടയില്ലാതെ നാളിതുവരെയായി സെപ്റ്റംബർ 28-ന് സുപ്രീം കോടതിയുടെ വിധി വന്നതിന് ശേഷം എന്ത് നിലപാടാണോ സർക്കാർ സ്വീകരിച്ചത് അതേ നിലപാടിനെ ഉയർത്തിപ്പിടിക്കുന്ന രീതിയിലുള്ള വാദങ്ങളാണ് സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷകർ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. ഏതായാലും ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് നിലവിലെ പുനഃപരിശോധനാ ഹർജികളുമായി ബന്ധപ്പെട്ടുള്ള ഹർജികൾ വാദം കേൾക്കുന്നത് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് 3 മണി വരെ തുടരുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെ തന്നെ ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കിയത് വിധിയെ അനുകൂലിക്കുന്നവരുടെ ഭാഗത്തു നിന്നും 2-3 ആളുകളുടെ വാദം ഞങ്ങൾ കേൾക്കുമെന്നായിരുന്നു. അതിൽ സർക്കാരിന്റെ വാദം കഴിഞ്ഞു. രാകേഷ് ദ്വിവേദി ഇപ്പോഴും വാദം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. തുല്യതയാണ് ഭരണഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡൊമിനന്റ് തീം എന്നുള്ളതാണ് അദ്ദേഹം ഇപ്പോൾ ഏറ്റവും ഒടുവിലായി രാകേഷ് ദ്വിവേദി ദേവസ്വം ബോർഡിന് വേണ്ടി വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ രീതിയിൽ ഏതാണ്ട് മണിക്കൂറുകളോളം നീണ്ട ഒരു കോടതി നടപടികൾ ഈ കേസിൽ കോടതി ഏറ്റെടുക്കാൻ വേണ്ടി തയ്യാറാകുന്നു. 10:30 ആരംഭിച്ച കോടതി നടപടികൾ ഇപ്പോഴും ഒരേ വിഷയത്തിൽ ഭരണഘടനാ ബെഞ്ച് വാദം കേൾക്കുന്നു എന്നുള്ളത് ഇന്ന് തന്നെ ഏതായാലും ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കൃത്യമായ ഒരു തീരുമാനം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നതിന്റെ സൂചന കൂടിയാണ്. അത് ഒരുപക്ഷെ കേസ് മാറ്റുന്നതിനെ കുറിച്ചാകട്ടെ അല്ലെങ്കിൽ വിശാലമായ ബെഞ്ചിലേക്ക് വിടുന്നതിനെ കുറിച്ചാകട്ടെ അല്ല വിധി സ്റ്റേ ചെയ്യുന്നതാകട്ടെ എന്താണെങ്കിലും അതുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനത്തിലേക്ക് കോടതി ഇന്ന് തന്നെ പോകുമെന്ന് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്. ആനന്ദ്, ശരത്ത്, ഒരു കാര്യം കൂടി, ശരത്ത് രാവിലെയും സൂചിപ്പിച്ചതാണ് ഇന്ന് തന്നെ ഏതായാലും ഇതിനകത്ത് ഒരു നിർണായകമായ ഒരു തീരുമാനം പരാമർശം കോടതി നടത്താനുള്ള സാധ്യതകൾ തന്നെ സുപ്രീം കോടതി വൃത്തങ്ങളിൽ നിന്ന് ശരത്തിന് ലഭിച്ചു എന്ന് ശരത്ത് രാവിലെ പറഞ്ഞതാണ്. ഏതായാലും നമുക്ക് ഇതിനോടകം സുപ്രീം കോടതിക്കുള്ളിൽ ചില അഭിഭാഷകരുമായി കൂടി ബന്ധപ്പെടുമ്പോൾ ലഭിച്ചതും ശരത്ത് സൂചിപ്പിച്ചതുമായി സമാനമായ ഒരു വാർത്തയാണ്. അതായത് നിയമപരമായി തെറ്റുകളൊന്നും ഈ വിധിക്കുമേൽ ഭരണഘടനാപരമായി ചൂണ്ടിക്കാണിക്കാൻ ഇതുവരെ നടന്ന വാദങ്ങളിൽ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇന്ദു മൽഹോത്ര അടക്കമുള്ള ജസ്റ്റിസുമാർ ചില രേഖകൾ കോടതിക്ക് മുന്നിൽ സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അഭിഭാഷകരോട്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഒരു കൃത്യമായ പരിശോധനയ്ക്ക് ശേഷം മറ്റൊരു ദിവസത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നതിന്റെ സാധ്യതയാണോ ഉള്ളത്? അതോ ശരത്ത് സൂചിപ്പിച്ചതുപോലെ തീരുമാനം എന്തായാലും അത് ഇന്ന് തന്നെ അറിയാം എന്ന നിലയിലാണോ?
ആനന്ദ്, ഏതായാലും സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ച് മുഴുവൻ വാദം കേൾക്കുമെന്നുള്ളത് ഏതാണ്ട് ഉറപ്പായിരിക്കുന്നു. എന്ത് തീരുമാനം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ രാവിലെ ചർച്ച ചെയ്തത് പറയുന്ന കാര്യം 5 സാധ്യതകളാണ് പ്രധാനമായും ഈ ഒരു വാദം അവസാനിക്കുമ്പോൾ സുപ്രീം കോടതിയുടെ ഉത്തരവായി വരാൻ വേണ്ടി പോകുന്നത്. 5 സാധ്യതകളാണ്. ആ സാധ്യതകളിൽ ചുറ്റിപ്പറ്റിയാകും ഏതായാലും കോടതിയുടെ ഉത്തരവ് വരാനും വേണ്ടി പോകുന്നത്. ഒന്ന്, യുവതി പ്രവേശന വിധിയുമായി ബന്ധപ്പെട്ട് സമർപ്പിക്കപ്പെട്ട പുനഃപരിശോധനാ ഹർജികൾക്ക് യാതൊരു നിലനിൽപ്പുമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ഹർജികൾ തള്ളാൻ വേണ്ടി തീരുമാനിക്കുക. അല്ല എങ്കിൽ ഹർജികളിൽ വാദം കേൾക്കാനുള്ള സമയക്രമം നിശ്ചയിച്ചുകൊണ്ട് കേസ് മാറ്റുക. ഈ രണ്ടാമത്തെ സാധ്യത ഏതാണ്ട് ഇപ്പോൾ മുഴുവൻ ഹർജികളിലെയും വാദം ഇപ്പോൾ കോടതി കേൾക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ രീതിയിൽ ഹർജികളിൽ വാദം കേൾക്കാൻ ഒരു സമയക്രമം നിശ്ചയിച്ച് മാറ്റാൻ വേണ്ടി പോകുമെന്ന് കരുതാൻ വേണ്ടി പറ്റുകയില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ പുനഃപരിശോധനയ്ക്കായി എതിർകക്ഷികൾക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ എതിർകക്ഷികൾക്ക് നോട്ടീസ് അയക്കുകയും യുവതി പ്രവേശന വിധി സ്റ്റേ ചെയ്യുകയും ചെയ്യുക എന്ന ഒരു സാധ്യത ഉണ്ട്. അതല്ല എങ്കിൽ ഹർജികളിൽ വിശദമായ വാദം കേൾക്കാൻ തീരുമാനിക്കുകയും അതിനോടൊപ്പം തന്നെ വിധി സ്റ്റേ ചെയ്യാതിരിക്കുകയും ചെയ്യുക എന്ന സാധ്യതയുണ്ട്. ഏതായാലും ഈ ഒരു സാധ്യത ഇപ്പോൾ മങ്ങിയിരിക്കുകയാണ്. കാരണം വിശദമായ വാദം തന്നെയാണ് ഇപ്പോഴും കോടതി കേട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഏതാണ്ട് 3-4 മണിക്കൂറുകൾ ഇപ്പോൾ ഈ ഒരു കോടതി നടപടികൾ നീളുന്ന സാഹചര്യത്തിൽ വിശദമായ ഒരു വാദം തന്നെയായി ഈ വാദങ്ങളെ പരിഗണിക്കേണ്ടി വരും. അതുമല്ല എങ്കിൽ വിശാല ബെഞ്ചിന് നേരത്തെ ഈ സുപ്രീം കോടതിയുടെ വിധി പ്രസ്താവിച്ചതിൽ 5 അംഗ ഭരണഘടനാ ബെഞ്ചാണ്. അത് മാറ്റിക്കൊണ്ട് 7 അംഗ ഭരണഘടനാ ബെഞ്ചിലേക്ക് കാര്യങ്ങൾ കൈമാറാൻ വേണ്ടി തീരുമാനിക്കാം. ഈ രീതിയിലുള്ള 5 സാധ്യതകളുണ്ട്. ഏതായാലും വാദങ്ങൾ പൂർത്തിയായതിനു ശേഷം അന്തിമമായ തീരുമാനം എടുക്കേണ്ടത് കോടതിയാണ്. ചില അഭ്യൂഹങ്ങൾ പരക്കുന്നതിന് അപ്പുറത്തേക്ക് തീരുമാനം ഏതായാലും കോടതിയുടെ ഭാഗത്തു നിന്ന് വരുന്നതുവരെ നമ്മൾ കാത്തിരുന്നേ മതിയാകൂ. ആണ് ശരി ശരത്ത്, ഏതായാലും പുതിയ വിവരങ്ങൾക്ക് ശരത്തിന് അല്പസമയത്തിന് ശേഷം വീണ്ടും ബന്ധപ്പെടാം. ഏതായാലും വേണുഗോപാൽ, ഈ ഘട്ടത്തിലും പ്രസക്തമാകുന്ന ഒരു ചോദ്യം, ഭരണകൂടത്തിന്റെ ഒരു സമ്മർദ്ദം കോടതിക്ക് മുകളിൽ ഇക്കാര്യങ്ങളിൽ വരുന്നതായി നിങ്ങൾ നിരീക്ഷിക്കുന്നുണ്ടോ? കാരണം വരാനിരിക്കുന്ന ചില നിർണായകമായ വിധികളുണ്ട്. ബാബറി മസ്ജിദ് അടക്കം ഇന്ത്യയിലെ മുഴുവൻ സാധാരണക്കാരും ഉറ്റുനോക്കുന്ന ചില നിർണായകമായ തീരുമാനങ്ങൾ ജുഡീഷ്യറിക്ക് കൈക്കൊള്ളേണ്ടി വരും. പക്ഷേ ആദ്യഘട്ടം മുതൽ അങ്ങനെ ചില ആരോപണങ്ങളും നിരീക്ഷണങ്ങളും പല ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. ചില സമ്മർദ്ദങ്ങൾ ഭരണഘടനാ സ്ഥാപനങ്ങൾക്കുമേൽ തന്നെ ഉണ്ടാകുന്നു. ഇതിനോടകം കോടതിക്ക് പോലും അതിൽ നിന്ന് മുക്തമാകാൻ കഴിയുന്നില്ല എന്ന നിലയിലൊക്കെ കാര്യങ്ങൾ പോകുന്നുണ്ട്. അത്തരമൊരു നിരീക്ഷണം ഈ ഘട്ടത്തിലുണ്ടോ? അല്ല, അത് ഈ മോഡി വന്നതിന് ശേഷം സ്ഥിരമായി ഭരണഘടനാ സ്ഥാപനങ്ങളെ തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായ നീക്കം നടന്നു വരുന്നുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോൾ കഴിഞ്ഞ 2018 ബഡ്ജറ്റ് അവതരിപ്പിച്ച് പാസ്സാക്കിയത് ചർച്ചയില്ലാതെയാണ്. ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായിട്ടാണത്. സുപ്രീം കോടതി ജഡ്ജിമാർ 4 പേര് പത്രസമ്മേളനം നടത്തി ചീഫ് ജസ്റ്റിസ് കേസ് വിതരണം ചെയ്യുന്ന കാര്യത്തിൽ ചില പക്ഷപാതങ്ങൾ കാണിക്കുന്നു എന്ന് പറഞ്ഞതും ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. അപ്പോൾ അത്തരത്തിൽ ഈ ഭരണഘടനയുടെ തൂണുകളെ അല്ലെങ്കിൽ അതിനെ താങ്ങി നിർത്തുന്ന അതിൻ്റെ ഭാഗമായി ഉത്ഭവിച്ചിട്ടുള്ള സ്ഥാപനങ്ങളെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുന്നു എന്ന് പറയുന്നത് ഒരു പുതിയ കാര്യമല്ല. ഇതിൽ തന്നെ ഈ അയോധ്യ കേസിനെ കുറിച്ച് നേരത്തെ ശ്രീമാൻ ഗോപാലകൃഷ്ണൻ ഉന്നയിക്കുകയുണ്ടായി. അയോധ്യ കേസിൽ അലഹാബാദ് ഹൈക്കോടതിയുടെ വിധി ഈ വിശ്വാസത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്, തെളിവിൻ്റെ അടിസ്ഥാനത്തിലല്ല. അവിടുത്തെ ഭൂമിയിൽ ഇന്നിടത്താണ് ശ്രീരാമൻ ജനിച്ചത് എന്ന് പറയുന്നത് ഞങ്ങളുടെ വിശ്വാസമാണ്. ആ വിശ്വാസം കോടതി അംഗീകരിച്ചേ പറ്റൂ എന്ന വാദമുഖമാണ് അലഹാബാദ് ഹൈക്കോടതിയിൽ ഉയർത്തിയത്. ആ വാദം ശരിവെച്ചിട്ടാണ് അലഹാബാദ് ഹൈക്കോടതി വിധി പറഞ്ഞത്. അതിനെതിരായിട്ടുള്ള അപ്പീലാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിലനിൽക്കുന്നത്. അപ്പോൾ അതിലും ഇതേ വാദം തന്നെ ഉന്നയിക്കപ്പെടുന്നുണ്ട്. ഇന്ന സ്ഥലത്താണ് ശ്രീരാമൻ, ഒരു ഇതിഹാസ കഥാപാത്രമായ ശ്രീരാമൻ ജനിച്ചത് ഇന്ന സ്ഥലത്താണ് എന്ന് ചില ആളുകൾ കൂടി പറയുക, അത് ഞങ്ങളുടെ വിശ്വാസമാണ്, ആ വിശ്വാസത്തിനെ മറികടക്കാൻ മറ്റൊന്നിനും കഴിയില്ല എന്ന രീതിയിലേക്ക് വാദമുന്നയിക്കുക. ഇത് വളരെ സംഘടിതമായും ആസൂത്രിതമായും ഇന്ത്യൻ ഭരണകക്ഷി ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രചാരവേലയുടെ ഭാഗമാണ്. വിശ്വാസമാണ് എല്ലാറ്റിനും മുകളിൽ എന്ന് സ്ഥാപിച്ചെടുക്കുക. ആ സ്ഥാപിച്ചെടുക്കുന്നത് അയോധ്യ കേസിൽ ആവശ്യമാണ്, ശബരിമല കേസിൽ ആവശ്യമാണ്, ഇന്ത്യയിൽ ഒട്ടുക്ക് ആവശ്യമാണ്. ഇന്ത്യയിൽ ഒട്ടുക്ക് ആവശ്യമായി കഴിഞ്ഞാൽ അതിൻ്റെ ഭാഗമായിട്ടുണ്ടാവുക ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ ഒരു ഹിന്ദു മതരാഷ്ട്രമായി തീരുക എന്നതാണ്. ആ രീതിയിലേക്ക് ഈ വാദമുഖങ്ങളെ ഒക്കെ തന്നെ സ്വരൂപിച്ച് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായ ശ്രമം നടക്കുന്നുണ്ട്. ആ ശ്രമത്തിന്റെ ഭാഗമായി BJPയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് തന്നെ വളരെ പെട്ടെന്ന് ഈ അയോധ്യ കേസിൽ വിധി പറയണം എന്ന് സുപ്രീം കോടതിയോട് കൽപ്പിക്കുന്ന അവസ്ഥ ദിവസങ്ങൾക്ക് മുമ്പുണ്ടായി എന്നത് നമ്മൾ കണ്ടതാണ്.